السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات والله بما تعملون خبير. قال الله عز وجل: محمد سيد الكونين والثقلين والفريقين من عرب ومن عجم. نبينا الآمر ناهي فلا أحد أبر في قول لا منه ولنعمي. مولاي صل وسلم. للخلق كلهم ولو كان في الدنيا بقاء لساكني لكان رسول الله فيها مخلدا. وما أحد ينجو من الموت سالما وسهم المنايا قد أصاب محمدا. مولاي صل وسلم دائما أبدا على حبيبك
بك خير الخلق كلهم قلوب العارفين لها عيون ترى ما لا يراه الناظرون مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم واعلموا أمة سيدنا محمد. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ പണ്ഡിതന്മാർ, ഉസ്താദുമാർ, ഈ നാട്ടിലെ കാരണവന്മാർ, സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകർ, ശബ്ദം ശ്രവിക്കുന്ന സഹോദരീ സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഈ ഒരുമിച്ച് കൂടിയത് അവൻ പൊരുത്തപ്പെടുന്ന നല്ല ഒരു അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബക്കാർ എല്ലാവരുടെയും ഖബറുകളിലേക്ക് അല്ലാഹു ഈ മജ്ലിസിന്റെ സവാബ് പൂർണ്ണമായ രൂപത്തിൽ എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. വല്ലവരും വല്ല അദാബും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാം ദൂരീകരിച്ച് അവരുടെ ഖബറുകളിൽ വലിയ സമാധാനം നൽകുമാറാവട്ടെ. വിശിഷ്യ ഇൽമു പറഞ്ഞു തന്ന ഉസ്താദുമാർ പലരും ഇന്ന് ഖബറിലാണ്. അതുപോലെ മഹാനായ CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനായ ശംസുൽ ഉലമ കുതുബി ഉസ്താദ്, ഇത്തരത്തിലുള്ള മഹാരഥന്മാരുടെ ഹളറാത്തുകളിലേക്ക് അല്ലാഹു ഈ മജ്ലിസിനെ കാണിച്ചു കൊടുക്കുകയും അവരുടെ എല്ലാം നോട്ടവും സഹായവും ലഭിക്കുന്ന നല്ലൊരു മജ്ലിസായി ഈ മജ്ലിസിനെയും ഈ മജ്ലിസിൽ ഒരുമിച്ചുകൂടിയ ആളുകളെയും അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു സുദീർഘമായ പ്രഭാഷണം നടത്താൻ വേണ്ടിയല്ല എഴുന്നേറ്റ് നിന്നത്, മറിച്ച് മഹാനായ സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങളവറുകൾ നമ്മുടെ മജ്ലിസിന്റെ ആത്മീയ സംഗമത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി ഈ സദസ്സിലേക്ക് വരാനിരിക്കുകയാണ്. അതുവരെയുള്ള ചെറിയ ഒരു സമയം മഹാനായ ഖുതുബുൽ ആലം CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടുത്തെ അല്പം ചില മനാഖിബുകളും ചില മദ്ഹുകളും മാത്രം പറഞ്ഞ് ഇൻഷാ അല്ലാഹ് വിനീതൻ അവസാനിപ്പിക്കും. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മഹാനായ ഖുതുബുൽ ആലം CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ഖുതുബുൽ ആലം CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനവറുകളെ പോലെയുള്ള ധാരാളം മഹാരഥന്മാർ, അവരെ നാം ഇത്തരുണത്തിൽ അനുസ്മരിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടുമ്പോൾ മുഅ്മിനീങ്ങളായ നാം എല്ലാവരും വളരെ പ്രാധാന്യത്തോടുകൂടെ ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയം, എന്തിനാണ് മഹാനായ CM വലിയുല്ലാഹിയെ നമ്മളിങ്ങനെ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നത്? ഒരുപക്ഷെ ഈ മജ്ലിസിൽ ഇരിക്കുന്ന ആളുകൾ ഒരാൾക്ക് പോലും CM വലിയുല്ലാഹിയുമായി ഡയറക്റ്റ് ഒരു കുടുംബബന്ധം പറയാനില്ല. എൻ്റെ ഉപ്പായുടെ അനുജനായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ ഉപ്പാന്റെ ജ്യേഷ്ഠനായിരുന്നു CM വലിയുല്ലാഹി എന്ന് ഒരു ഡയറക്റ്റായ കുടുംബബന്ധം, ഒരു റിലേഷൻഷിപ്പ് പറയാൻ നമുക്കാർക്കും ഒരുപക്ഷെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്നിട്ടും എന്തിനാണ് നമ്മൾ CM വലിയുല്ലാഹിയെ അനുസ്മരിക്കുന്നത്? മാത്രവുമല്ല,
നാമുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയ പല ആളുകളും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ നമുക്ക് ജന്മം തരാൻ കാരണക്കാരനായ നമ്മുടെ പിതാവ്, ആ പിതാവ് അല്ലെങ്കിൽ മാതാവ് മരണപ്പെട്ടു പോയ ധാരാളം ആളുകൾ ഈ സദസ്സിലുണ്ടാവാം. അള്ളാഹു മരണപ്പെട്ടവരുടെ ഖബർ സന്തോഷപ്രദമാക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് അള്ളാഹ് ദീർഘ ആയുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഉപ്പ മരണപ്പെട്ടു. ഒന്നാമത്തെ ആണ്ട് വരുന്ന സമയം, ആ സമയത്ത് എല്ലാ മക്കളും ഒരുമിച്ച് കൂടുന്നു. ആ മക്കള് പറയും, നമ്മുടെ ഉപ്പാന്റെ ഒന്നാമത്തെ ആണ്ടിന്റെ ദിവസമാണ് വരാനുള്ളത്. അതുകൊണ്ട് നമുക്ക് നാട്ടിലെ ഉസ്താദിനെയും മുത്തഅല്ലിമീങ്ങളെയും അതുപോലെ മുഅ്മിനീങ്ങളായ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളെ ഒക്കെ പങ്കെടുപ്പിക്കുന്ന രൂപത്തിൽ അതിവിപുലമായ രൂപത്തിൽ നമുക്ക് ഉപ്പാന്റെ ആണ്ട് വീട്ടിൽ വെച്ച് നടത്തണം. ഒന്നാമത്തെ ആണ്ടിന്റെ സമയം വരുമ്പോ മക്കൾ തീരുമാനിക്കുകയാണ്. ഒന്നാമത്തെ ആണ്ട് അതിവിപുലമായി കഴിഞ്ഞു. രണ്ടാമത്തതും മൂന്നാമത്തതും ഒരുപക്ഷെ അത്യാവശ്യം ആളുകളെയൊക്കെ വിളിച്ചുകൊണ്ട് തന്നെ മക്കൾ നടത്തും. എന്നാൽ നാലാമത്തെ ബാപ്പാന്റെ ആണ്ടിന്റെ സമയം വരുമ്പോൾ ആ മക്കളോട് കുടുംബക്കാര് ചോദിക്കും, മോനെ, ഉപ്പാന്റെ ആണ്ടിന്റെ ദിവസമല്ലേ അടുത്ത മാസം വരാനുള്ളത്? കഴിഞ്ഞ 3 തവണയും നടത്തിയതുപോലെ അതിവിപുലമായി കൊണ്ട് തന്നെ ആണ്ട് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അപ്പൊ മക്കളുടെ മറുപടി എന്താണ്? കഴിഞ്ഞ 3 തവണയും അതിവിപുലമായി ബാപ്പയുടെ ആണ്ട് ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ വർഷം വിപുലമായി നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. സാമ്പത്തികമായി അല്പം ചില പ്രയാസങ്ങളുണ്ട്. ഞങ്ങൾ അടുത്ത കുടുംബക്കാരെ മാത്രം വിളിച്ചുകൊണ്ട് ആണ്ട് കഴിക്കാനാണ് തീരുമാനിച്ചത്. സ്വന്തം ഉപ്പാന്റെ ആണ്ട് 4ാമത്തെ വർഷമാവുമ്പോഴേക്ക് അതിന്റെ അവസ്ഥ ആ രൂപത്തിലാണ്. 5ാമത്തെ വർഷമാവുമ്പോ ആ ഉപ്പാന്റെ ആണ്ടിന്റെ സമയമെത്തുമ്പോ മക്കള് പറയും, ഈ പ്രാവശ്യം അടുത്ത കുടുംബക്കാരെയും തൽക്കാലം വിളിക്കുന്നില്ല, മറിച്ച് ഞങ്ങൾ വീട്ടുകാര് മാത്രമൊന്ന് ഇരുന്ന് ഒരു മൗലിദും മോദിയിട്ട് ഹദിയ ചെയ്ത് അങ്ങനെയാണ് ആണ്ട് കഴിക്കാൻ ഉദ്ദേശിച്ചത്. എന്തേ കാരണം? സാമ്പത്തികമായ പ്രതിസന്ധിയാണ്, വലിയ ചെലവുകളാണ് പറയാനുള്ളത്. 6 7 വർഷം കഴിയുമ്പോഴേക്ക് നമ്മെ ഇത്രയും പോറ്റി പരിപാലിച്ച് നമുക്ക് വേണ്ടി വല്ലാതെ കഷ്ടപ്പെട്ട മാതാവും പിതാവും അവര് എന്നാണ് മരണപ്പെട്ടിരുന്നത് എന്ന ഡേറ്റ് മറ്റൊരാൾ ചോദിക്കുമ്പോ ഞാൻ ഉമ്മാനോട് ഒന്ന് ചോദിക്കട്ടെ, ബാപ്പ എന്നായിരുന്നു മരിച്ചത്, ആ ഡേറ്റ് ഞാൻ ഉമ്മാനോടൊന്ന് ചോദിക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ കലണ്ടറിൽ എഴുതി വച്ചിട്ടുണ്ട്, അതൊന്ന് നോക്കട്ടെ. ഈ ഒരു രൂപത്തിൽ മക്കള് പോലും സ്വന്തം ഉപ്പമാരെ പോലും മറന്നുപോകുന്ന കാലഘട്ടത്തിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ വല്ലാതെ അർത്ഥഗർഭമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അടുത്ത കുടുംബക്കാരെ പോലും 5 6 വർഷം കഴിയുമ്പോഴേക്കും മറന്നുപോകുന്ന ഒരു സമൂഹം. എന്തുകൊണ്ടാണ്? ഒരു കുടുംബബന്ധം പോലും നമുക്ക് പറയാനില്ലാത്ത CM വലിയുല്ലാഹിയെ പോലെയുള്ള മഹാരഥന്മാർ, ആ മഹാരഥന്മാരെ ഇന്നും അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്നത്. CM വലിയുല്ലാഹിയുടെ 6ാമത്തെ ആണ്ട് നേർച്ചയാണോ ഇപ്പൊ നടക്കുന്നത്? അല്ല, 26 വർഷമായി CM വലിയുല്ലാഹി ഈ ഭൂമി ലോകത്ത് നിന്ന് മൺമറഞ്ഞിട്ട്. എന്നിട്ടും ഓരോ ആണ്ട് നേർച്ചയും നടക്കുമ്പോ, ഉറൂസുകളും നടക്കുമ്പോ ആളുകൾ അധികരിക്കുക എന്നല്ലാതെ ഇന്നേ വരെ ഒരു നാട്ടിലും CM വലിയുല്ലാഹിയുടെ ആണ്ട് നേർച്ചയ്ക്ക് ആളുകൾ ചുരുങ്ങിപ്പോകുന്ന ഒരു സ്വഭാവം നാം കാണുന്നില്ല. ഇവിടെയാണ് നാം ചിന്തിക്കേണ്ടത്. നമ്മെപ്പോലെയുള്ള സാധാരണക്കാരായ ആളുകളും CM വലിയുല്ലാഹിയെ പോലെയുള്ള മഹാരഥന്മാരായ ആളുകളും ഇവര് ഈ ലോകത്ത് ജീവിച്ച കേവലം ചുരുങ്ങിയ വർഷം, ഈ വർഷത്തിൽ ഇവര് കാഴ്ചവെച്ചത് രണ്ടും 2 രൂപത്തിലുള്ള ജീവിതമായിരുന്നു. നമ്മെപ്പോലെയുള്ള സാധാരണക്കാരായ ആളുകൾ ഈ ലോകത്ത് ജീവിച്ച ശൈലി ഒന്ന് വേറെയാണ്. CM വലിയുല്ലാഹിയെ പോലെയുള്ള മഹാരഥന്മാർ അവർ ഈ ലോകത്ത് ജീവിച്ച ശൈലി അത് മറ്റൊരു രൂപത്തിലായിരുന്നു. നാം എല്ലാവരും ഉറങ്ങാൻ ഇഷ്ടപ്പെട്ട നല്ല തണുത്ത രാത്രികൾ, നല്ല കോരിച്ചൊരിയുന്ന മഴ പെയ്യുമ്പോൾ
പുതപ്പിന്റെ ഉള്ളിൽ ഉറങ്ങാൻ വേണ്ടി നമ്മൾ ഇഷ്ടപ്പെട്ട പല രാത്രികളും സി.എം. വലിയുല്ലാഹിയെ പോലെയുള്ള മഹാരഥന്മാർ അവർ ഉറക്കമിളക്കാനായിരുന്നു ഇഷ്ടപ്പെട്ടിരുന്നത്. ഉറങ്ങാൻ അവർ ഇഷ്ടപ്പെട്ടില്ല, ഉറക്കമിളച്ച് ഇബാദത്തെടുക്കാൻ അവർ ഇഷ്ടപ്പെട്ടിരുന്നു. മഹാനായ സി.എം. വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് നാം എല്ലാവരും ഉറങ്ങാൻ ഇഷ്ടപ്പെട്ട രാത്രിയിൽ അവിടുന്ന് ഉറക്കമൊഴിക്കാൻ ഇഷ്ടപ്പെട്ടു. അതുപോലെ നാം എല്ലാവരും ചിരിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയ സമയങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ചിരിക്കാൻ ഉപയോഗിച്ച സമയങ്ങളും കരയാൻ ഉപയോഗിച്ച സമയങ്ങളും കണക്കുകൂട്ടി നോക്കുകയാണെങ്കിൽ നാം ചിരിച്ചതിന്റെ 100ൽ 1 ഭാഗം പോലും നമ്മൾ കരഞ്ഞിട്ടുണ്ടാവുകയില്ല. എന്നാൽ നാം എല്ലാവരും ചിരിക്കാൻ വേണ്ടി സമയം കണ്ടെത്തിയപ്പോ സി.എം. വലിയുല്ലാഹി കരയുന്നതിനായിരുന്നു സമയം കണ്ടെത്തിയിരുന്നത്. നാം എല്ലാവരും ദുനിയാവിന്റെ സുഖാഡംബരങ്ങൾ ഇങ്ങനെ വാരിപ്പുണരാൻ വേണ്ടി ധൃതി കാണിച്ചു നടന്നപ്പോ സി.എം. വലിയുല്ലാഹിയെ പോലെയുള്ള മഹാരഥന്മാർ അവർ ഈ ദുനിയാവിന്റെ സുഖാഡംബരങ്ങളെയൊക്കെ തൽക്കാലം അങ്ങ് മാറ്റി നിർത്തിയിട്ട് ആഖിറമാകുന്ന ലോകത്ത് നല്ല നല്ല സുഖങ്ങൾ അത് ലഭിക്കാനുള്ള ഉദ്ദേശത്തോടെ കഠിനമായി പ്രയത്നിച്ച ആളുകളാണ്. ഇതാണ് നാമായ സാധാരണക്കാരും മഹാരഥന്മാരായ ഔലിയാക്കന്മാരും ഈ ലോകത്ത് ജീവിച്ചപ്പോൾ ഉണ്ടായ വ്യത്യാസം. ഇതുകൊണ്ട് തന്നെയാണ് നമ്മെപ്പോലെയുള്ള സാധാരണക്കാര് മരണപ്പെട്ടു കഴിഞ്ഞാൽ 5-6 വർഷം കഴിയുമ്പോഴേക്ക് ആ പള്ളിക്കാട്ടിൽ ആ കാണുന്ന മീസാൻ കല്ലിന്റെ ചുവട്ടിൽ ആരാണ് കിടക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നാട്ടുകാർക്ക് പറയാൻ കഴിയുന്നില്ല. ഇത് ഇന്നാലിന്ന ആളായിരുന്നു എന്ന് നാട്ടുകാർക്ക് നമ്മെ സംബന്ധിച്ച് പറയാൻ ഓർമ്മയില്ല. എന്നാൽ സി.എം. വലിയുല്ലാഹിയെ ഒരു വട്ടം പോലും നേരിട്ട് കാണാത്ത പല ആളുകളും സി.എം. വലിയുല്ലാഹിയെ അന്വേഷിച്ചുകൊണ്ട് ഇന്നും അങ്ങോട്ട് ചെന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര്, മനുഷ്യന്മാർ, സാധാരണ ഒരു ഉപ്പാക്കും ഉമ്മാക്കും പിറന്നു വീഴുന്ന മനുഷ്യന്മാർ, ആ മനുഷ്യന്മാർക്ക് അല്ലാഹു തആല റിഫ്അത്ത് നൽകാൻ, ഉയർച്ച നൽകാൻ ധാരാളം കാരണങ്ങൾ പരിശുദ്ധമായ ഖുർആൻ പറയുന്നത് കാണാം. ഒരാളും ഒരു സുപ്രഭാതത്തിൽ വലിയ വലിയായിട്ട് മാറുകയില്ല. ഒരൊറ്റ രാത്രി കൊണ്ട് ഖുതുബുൽ എന്ന് പറയുന്ന വലിയൊരു മഹത്വത്തിലേക്ക് ഒരാൾക്കും എത്താൻ സാധിക്കുകയില്ല. മറിച്ചോ പരിശുദ്ധമായ ഖുർആനിൽ ഒരു മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർച്ച നൽകാൻ, അവന് മഹത്വം നൽകാനും അവനെ ആദരിക്കാനും ധാരാളം കാരണങ്ങൾ പറയുന്നത് കാണാം. സുബ്ഹാനല്ലാഹ്, ഖുർആനിൽ പറയുന്നു, യർഫഇല്ലാഹുൽ ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്.
ഒരു മനുഷ്യന് അല്ലാഹു ആദരവ് നൽകാൻ, ഒരു മനുഷ്യന് അല്ലാഹു മഹത്വം നൽകാൻ ധാരാളം കാരണങ്ങൾ, നിദാനങ്ങൾ പറയുന്ന കൂട്ടത്തിൽ അല്ലാഹു പറയുകയാണ്, യർഫഇല്ലാഹുല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. അല്ലാഹു മഹത്വം നൽകാനുള്ള രണ്ട് കാരണങ്ങളാണ് ഈ ആയത്തിൽ അല്ലാഹു പ്രതിപാദിക്കുന്നത്. രണ്ട് കാരണങ്ങൾ ഒരു മനുഷ്യന് മഹത്വം നൽകാനുള്ളത് ഈ ഒരൊറ്റ ആയത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്. ഏതാണ് ആ കാരണമെന്നറിയുമോ? യർഫഇല്ലാഹുല്ലദീന ആമനൂ മിൻകും, നിങ്ങളിൽ നിന്ന് നല്ല ഈമാനിക ബോധത്തോടെ ജീവിക്കുന്ന ആളുകൾ, നല്ല ഈമാനുള്ള ഖൽബിന്റെ ഉടമകളായ ആളുകൾ, അവർക്ക് അല്ലാഹു വലിയ ഉയർച്ച നൽകുന്നു, ആദരവ് നൽകുന്നു, മഹത്വം നൽകുന്നു. ഒരാളെ അല്ലാഹു ആദരിക്കാനുള്ള ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ അൽ ഈമാനു ബില്ലാഹ് വബിറസൂലില്ലാഹ്. അല്ലാഹുവിനെ കൊണ്ട് എങ്ങനെയാണോ വിശ്വസിക്കേണ്ടത് അങ്ങനെ വിശ്വസിക്കുക. അതുപോലെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ എങ്ങനെയാണോ ഉൾക്കൊള്ളേണ്ടത് ആ രൂപത്തിൽ ഉൾക്കൊള്ളുന്ന ആളുകൾ, അവർക്ക് അല്ലാഹു വലിയ ഉയർച്ച നൽകുന്നു. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കേണ്ട പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും നൽകിയത് എത്ര വലിയ അനുഗ്രഹമാണ്. അല്ലാഹു എത്ര വലിയ അനുഗ്രഹമാണ് നമുക്ക് നൽകിയത്. ഞാനും നിങ്ങളും റസൂലുള്ളാഹി തങ്ങളെ നേരിട്ട് കണ്ടിട്ടില്ല. നാം റസൂലുള്ളാഹിന്റെ ആ തിരുവായിൽ നിന്ന് ഉതിർന്നു വീഴുന്ന മണിമത്തുകൾ അത് നേരിട്ട് കേട്ടിട്ടുമില്ല. മാത്രമല്ല റസൂലുള്ള ജീവിച്ച കാലഘട്ടത്തിൽ ജീവിക്കാനുള്ള ഭാഗ്യവും ലഭിച്ചിട്ടില്ല. പക്ഷേ അല്ലാഹുവിന്റെ വലിയ അനുഗ്രഹം കൊണ്ട് ആ ഹബീബായ തങ്ങൾ ഈ ലോകത്ത് പ്രചരിപ്പിച്ച പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അത് അനുസരിച്ച് ജീവിക്കാൻ, ആ ഈമാനോടെ ഹിദായത്തോടെ ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകിയല്ലോ. ആ ഈമാൻ ഏത് ഈമാനാണെന്നറിയുമോ? ഏത് ഹിദായത്താണ് അല്ലാഹു നമുക്ക് തന്നതെന്നറിയുമോ? റസൂലുള്ളാഹിനെ നേരിട്ട് കണ്ട പല ആളുകൾക്കും അത് കൊടുത്തിട്ടില്ല. റസൂലുള്ളാഹിന്റെ വാക്ക് നേരിട്ട് കേട്ട പല ആളുകൾക്കും അല്ലാഹു ഹിദായത്ത് കൊടുത്തിട്ടില്ല. റസൂലുള്ളാഹിന്റെ കാലത്ത് ജീവിച്ച ആളുകൾക്ക് കിട്ടിയിട്ടില്ല. എന്നാൽ ആ റസൂലുള്ളാഹിനെ നേരിട്ട് ഒരു തവണ പോലും കാണാത്ത നമുക്ക് അല്ലാഹു ഹിദായത്ത് തന്നല്ലോ. ആ ഹിദായത്തിന്റെ പേരിൽ അല്ലാഹനെ സ്തുതിച്ചാൽ നമുക്ക് തീർക്കാൻ കഴിയുമോ? എന്തൊരു അനുഗ്രഹമാണ്. അബൂജഹൽ റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച ആളാണ്. റസൂലുള്ളാഹിനെ കണ്ട ആളാണ്. റസൂലുള്ളാഹിന്റെ വാക്കുകൾക്ക് നേരിട്ട് കേൾക്കാൻ കഴിയുന്ന ആളല്ലയോ? പക്ഷെ ആ അബൂജഹലിനെ അല്ലാഹു ഹിദായത്തിന്റെ വെള്ളി വെളിച്ചം നൽകിയിട്ടില്ല. എന്തേ അബൂജഹലിന് കൊടുക്കാതിരുന്നത്? ആ അബൂജഹലിന് കുടുംബത്തിന്റെ മഹാത്മ്യം കുറഞ്ഞതായിരുന്നു. അബൂജഹലിന് വല്ല യോഗ്യതയും കുറഞ്ഞതുകൊണ്ടാണോ? അല്ല അല്ല. പക്ഷേ അല്ലാഹുവിന്റെ ആ ഒരു വലിയ അനുഗ്രഹം അബൂജഹലിന് അല്ലാഹു കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അബൂജഹലിന് അല്ലാഹു ഒരു മഹത്വവും നൽകിയിട്ടില്ല, ഒരു ആദരവും കൽപ്പിച്ചിട്ടില്ല. എന്നാൽ റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച മറ്റൊരാളുണ്ട്. ആരാണത്? ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു. അവിടുന്ന് കറുത്ത വർഗക്കാരനാണ്. മാത്രമല്ല അവിടുന്ന് അടിമയായി ജീവിച്ച ആളായിരുന്നു. കറുത്ത വർഗക്കാർക്ക് തന്നെ യാതൊരു വിലയും കൊടുക്കാത്ത കാലഘട്ടം. ആ കറുത്ത വർഗക്കാരൻ എന്നത് മാത്രമല്ല അടിമ കൂടിയായിരുന്ന മഹാനായ ബിലാൽ ഇബ്നു റബാഹ തങ്ങൾ
പക്ഷേ ആ ബിലാൽ ഇബ്നു റബാഹ തങ്ങൾക്ക് അല്ലാഹു തആല ഹിദായത്തിന്റെ വെളിച്ചമങ്ങ് കൊടുക്കുന്നു, ഈമാനികമായ പ്രകാശമങ്ങ് കൊടുക്കുകയാണ്. ആ ഒരൊറ്റ പ്രകാശം കൊണ്ട് അല്ലാഹു തആല ഒരാളും മൈൻഡ് ചെയ്യാതിരുന്ന ബിലാൽ ഇബ്നു റബാഹ തങ്ങളെ ഏറ്റവും വലിയ സ്ഥാനത്തേക്ക് ഉയർത്തുകയാണ്. ഏതാ ബിലാൽ തങ്ങൾക്ക് അല്ലാഹു കൊടുത്ത സ്ഥാനം? മുഅദ്ദിനു റസൂലില്ലാഹ്. ഹബീബായ തങ്ങൾക്ക് മനസ്സുകൊണ്ട് പൊരുത്തമുള്ള നല്ല മുഅദ്ദിൻ എന്ന് പറയുന്ന ലോകത്ത് ഒരാൾക്കും ലഭിക്കാത്ത ഏറ്റവും വലിയൊരു സ്ഥാനം അത് മഹാനായ ബിലാൽ ഇബ്നു റബാഹ തങ്ങൾക്ക് അല്ലാഹു അങ്ങ് കൊടുക്കുകയാണ്. എന്തേ കാരണം? ഈമാൻ എന്ന് പറയുന്നത് ആ ബിലാൽ തങ്ങൾക്ക് അല്ലാഹു കൊടുത്തു എന്നത് തന്നെ. ഒരു യോഗ്യതയും നമുക്ക് പറയാനില്ല, നമുക്ക് തറവാടിന്റെ മഹിമ പറയാനില്ല, നമുക്ക് പർവ്വത സമാനമായ ഇൽമിന്റെ കാര്യം പറയാനില്ല. ഒരു യോഗ്യതയും നമുക്ക് ഇല്ലെങ്കിലോ അല്ലാഹു നമുക്ക് ഹിദായത്ത് തന്നു. വല്ലാത്ത അനുഗ്രഹം തന്നെ. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നത് അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അൽഹംദുലില്ലാഹ്. സർവസ്തോത്രങ്ങളും ഇതാ നാഥനായ റബ്ബിന്റെ മുന്നിൽ അർപ്പിക്കുകയാണ്. ഏതാണ് ആ നാഥനെന്നറിയുമോ? അല്ലദീ ഹദാനാ ലിഹാദാ. ഈ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് നമുക്ക് മാർഗം കാണിച്ചു തന്ന അല്ലാഹ്, ആ അല്ലാഹുവിനെ ഹംദ് ചെയ്യുകയാണ്. മാത്രമല്ല വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹു എങ്ങാനും നമുക്ക് ഹിദായത്ത് തന്നില്ലായിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചു ഈ ലോകത്ത് ജീവിക്കുന്നവരിൽ ഭൂരിഭാഗത്തിനും അല്ലാഹു ഹിദായത്ത് കൊടുത്തിട്ടില്ല, അവിശ്വാസികളായി ജീവിക്കുകയാണ്. എന്നാൽ നമ്മെ അല്ലാഹു ഹിദായത്തുള്ള ആളുകളാക്കി. എന്തൊരു അനുഗ്രഹമാണ്! തബാറക മൻ ശുക്റുൽ വറഅൻഹു യഖ്സുറു ലികൗനി അയാദിജു ദിഹി ലൈസ തുഹ്സറു. ചൊല്ല് മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ആ അല്ലാഹു നമുക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമായ ഹിദായത്ത്, അതിന് തന്നെ അല്ലാഹനെ സ്തുതിച്ച് നമുക്ക് തീർക്കാൻ കഴിയുന്നില്ല. ആ ഈമാൻ എന്ന് പറയുന്ന അടിസ്ഥാന ക്വാളിഫിക്കേഷൻ അല്ലാഹു നമുക്ക് അവന്റെ ഔദാര്യമായി നൽകിയിട്ടുണ്ട്. എന്നാൽ എന്റെ സഹോദരന്മാരെ, ഈ ഈമാൻ എന്ന് പറയുന്ന ആ വലിയ അനുഗ്രഹത്തിനൊരു വലിയ പ്രത്യേകതയുണ്ട്. മഹാനായ ബുഖാരി ഇമാമിനെ പോലെയുള്ള മഹാരഥന്മാര് പറയുന്നത് കാണാം. ഈമാൻ എന്ന് പറയുന്നതിനുള്ള പ്രത്യേകത എന്താണെന്നറിയുമോ? അൽ ഈമാനു യസീദു വയൻഖുസു. ഈമാൻ എന്ന് പറയുന്നത് ചില പ്രവർത്തനങ്ങൾ കാരണമായിട്ട് അതിന് വലിയ വർധനവ് ലഭിക്കുകയാണ്. അതുപോലെ ചീത്ത പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോ അൽ ഈമാനു യൻഖുസു. ഈമാനങ്ങ് കുറഞ്ഞു കുറഞ്ഞ് ഒരുപക്ഷെ ഈമാനങ്ങ് ഇല്ലാതെയാകുന്നു, കാഫിറായി പോകുന്നു. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഒരു മനുഷ്യൻ മുഅ്മിനായി ജനിച്ചു എന്നതുകൊണ്ട് അവൻ മുഅ്മിനായി മരണപ്പെട്ടു കൊള്ളണമെന്നില്ല, കാഫിറായി ചത്തുപോകാനും സാധ്യതയുണ്ട്. എന്നാൽ ഒരാളെ കാഫിറായി ജനിച്ചു എന്നതുകൊണ്ട്
അദ്ദേഹം കാഫിറായി മരണപ്പെട്ടു കൊള്ളണമെന്നുമില്ല. അല്ലാഹ് ഹിദായത്ത് കൊടുക്കാനും സാധ്യതയുണ്ട്. എന്തേ? ഈമാനിന്റെ വലിയൊരു സ്വഭാവമാണ്. ഈമാൻ ചേഞ്ച് വന്നുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. നല്ല നല്ല പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ ഇങ്ങനെ ചെയ്യുമ്പോ ആ ഈമാൻ ഇങ്ങനെ വർദ്ധിച്ച് 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 ഖൽബ് ഈമാനിന്റെ പ്രകാശം കൊണ്ട് ലംഘുന്ന ഒരു രൂപത്തിലേക്ക് എത്തുന്നു. എന്നാലോ ചീത്ത പ്രവർത്തനങ്ങളെ ജീവിതത്തിൽ ഇങ്ങനെ കൊണ്ടുവരുമ്പോ ഖൽബിൽ നിന്ന് ഈമാനിന്റെ പ്രകാശം അങ്ങ് കുറഞ്ഞു കുറഞ്ഞ് ഈമാനിന്റെ പ്രകാശമില്ലാത്ത ഖൽബായി കാഫിറായി അങ്ങ് മാറിപ്പോകുന്നു. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, എത്ര മുഅ്മിനീങ്ങളായ ആളുകൾ രാവിലെ നേരം പുലരുമ്പോ നല്ല ഈമാനുള്ള ആളുകളാണ്. പക്ഷേ വൈകുന്നേരമാവുമ്പോഴേക്ക് അവര് കാഫിറായി പോകുന്നു. വൈകുന്നേരത്തിൽ മുഅ്മിനീങ്ങളായ ആളുകൾ നേരം പുലരുമ്പോഴേക്ക് കാഫിറായി പോകുന്നു. ഇങ്ങനെയുള്ള വിഷയവും ഹബീബായ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത് മഹാനായ CM വലിയുള്ളാഹിയുടെ മജ്ലിസാണ്. ഈ മജ്ലിസിൽ വെച്ച് നമ്മൾ ആലോചിക്കേണ്ടത്, നമുക്ക് CM വലിയുള്ളാഹിയെ പോലെ വലിയ മഹത്വമൊന്നും കൈവരിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും ചുരുങ്ങിയത് മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ പറഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ടൊന്ന് മരിക്കണ്ടയോ? അന്തസ്സോടെ മരിക്കണ്ടയോ? അതിനെന്താ ചെയ്യേണ്ടത്? ഈമാനിന്റെ വർധനവിന് കാരണമാകുന്ന നല്ല നല്ല പ്രവർത്തനങ്ങൾ അത് ജീവിതത്തിൽ കൊണ്ടുവരാൻ നന്നായി പ്രയത്നിക്കേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈമാനിന്റെ വർധനവിന് കാരണമാകുന്ന നല്ല നല്ല പ്രവർത്തനങ്ങൾ. ഒരുപക്ഷെ ഉദാഹരണത്തിന് നമ്മളൊരു റോഡിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. റോട്ടിലൂടെ നടന്നു പോകുന്നു, അല്ലെങ്കിൽ ബൈക്കിൽ യാത്ര ചെയ്തിങ്ങനെ പോകുമ്പോ റോട്ടിന്റെ നടുവിൽ ഒരു വലിയ കല്ല് കാണുന്നു. ആ കല്ല് കാണുമ്പോ തന്നെ മനസ്സിലാകും ഇത് മറ്റ് യാത്രക്കാർക്ക് പ്രശ്നമുണ്ടാക്കുന്നതാണ്, അവർക്ക് തടസ്സമാണ്. ഈമാനുള്ള ആളുകൾ, ഈമാൻ വർദ്ധിക്കണമെന്ന് ഉദ്ദേശിക്കുന്ന ആളുകൾ അവിടെയൊന്ന് നിന്ന് ആ കല്ലൊന്ന് എടുത്ത് റോട്ടിന്റെ സൈഡിലേക്ക് അങ്ങ് മാറ്റുക. എന്തേ കാരണം? ഇമാത്തത്തുൽ അദാനി ത്വരീഖി സ്വദഖ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഴിയിൽ നിന്ന് മറ്റുള്ളവർക്കുണ്ടാകുന്ന തടസ്സം അതൊന്ന് നീക്കിക്കൊടുക്കൽ, അത് പുണ്യകർമ്മമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. മുഹമ്മദുർ റസൂലുള്ളാഹി. ഞങ്ങള് കാന്തപുരത്ത് നാട്ടിലൊക്കെ റസൂലുള്ളാന്റെ പേര് പറഞ്ഞാൽ നല്ല ആവേശത്തിൽ സ്വലാത്ത് ചെല്ലുന്ന ആളുകളാണ്. നമ്മളൊക്കെ കാന്തപുരം ഉസ്താദിന്റെ മക്കളാണല്ലോ. അതുകൊണ്ട് ആ ഒരു സ്വഭാവം നമ്മുടെ മജ്ലിസിൽ ഉണ്ടാകണം. നല്ലൊരു ബറക്കത്തുള്ള മജ്ലിസായി നമ്മുടെ മജ്ലിസ് മാറണം. റസൂലുള്ളാന്റെ പേര് പറയുമ്പോ നല്ല ആവേശത്തോടെ നമ്മൾ ഇവിടെ വെച്ച് സ്വലാത്ത് ചെല്ലണം. കാരണം ഹബീബായ തങ്ങൾ മദീന മുനവ്വറയുടെ പച്ചക്കുബ്ബക്ക് ചാരക്കടന്നുകൊണ്ട് നമ്മുടെ മജ്ലിസ് കാണുന്നുണ്ട്. ഹബീബ് തന്നെ പഠിപ്പിച്ചതാണ്, ഹയാത്തി ഖൈറുല്ലക്കും വമമാത്തി ഖൈറുല്ലക്കും തുഅറദു അലയ്യ അഅമാലുക്കും. എന്റെ ജീവിതവും എന്റെ വഫാത്തും എല്ലാം നിങ്ങൾക്ക് ഗുണമാണ്. നിങ്ങൾ ഏത് പ്രവർത്തനം എവിടെ വെച്ച് എങ്ങനെ ചെയ്താലും അതെല്ലാം എനിക്ക് അല്ലാഹു തആല കാണിച്ചു തരുന്നുണ്ട്. നമ്മൾ ഈ മജ്ലിസിൽ വെച്ച് റസൂലുള്ളാഹി തങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോ അവിടുത്തെ പേര് പറഞ്ഞ് ഈ മജ്ലിസിൽ നമ്മൾ നസീഹത്ത് നടത്തുമ്പോ നല്ല ആവേശത്തോടെ സ്വലാത്ത് ഇങ്ങനെ ചെല്ലുന്നത് കണ്ടാൽ മദീനത്തുള്ള നമ്മുടെ കരളിന്റെ കരളായ മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലാത്ത സന്തോഷമുണ്ടാവും അവിടത്തേക്ക്. ആ സന്തോഷിച്ച് നിൽക്കുന്ന ഹബീബിനോട് ഹബീബായ തങ്ങളുടെ പേരക്കുട്ടി, അവിടുത്തെ പേരക്കുട്ടികളിൽ പ്രമുഖനായ മഹാനായ ഇബ്രാഹിം ഖലീലുൽ ബുഖാരി, റസൂലുള്ളാന്റെ രക്തം ഒഴുകുന്ന ശരീരം, അതാണല്ലോ തങ്ങന്മാർ.
ആ തങ്ങളുടെ നേതൃത്വത്തിൽ സന്തോഷിച്ചു നിൽക്കുന്ന റസൂലുള്ളാഹിയോട് നമ്മുടെ ആവലാദികൾ നമുക്ക് ബോധിപ്പിക്കണം, നമ്മുടെ പ്രശ്നങ്ങൾ നമുക്കൊന്ന് അവതരിപ്പിക്കണം, നമ്മുടെ കടങ്ങൾ അത് വീട്ടിത്തരാനൊന്ന് പറയണം, എന്നിട്ട് അതിന് പരിഹാരം കണ്ടെത്തിയിട്ട് നമുക്ക് ഈ മജ്ലിസിൽ നിന്ന് പിരിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്. വഴിയിലൂടെ നടന്നു പോകുമ്പോ മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന തടസ്സങ്ങൾ അത് നീക്കം ചെയ്താൽ അത് നല്ലൊരു പുണ്യകർമ്മമാണ്. മാത്രമല്ല, വെറും 5 വക്ത് നിസ്കാരം, അല്ലെങ്കിൽ 1 മാസത്തെ നോമ്പ്, ലക്ഷങ്ങൾ മുടക്കി ചെയ്യുന്ന ഹജ്ജ്, അല്ലെങ്കിൽ സക്കാത്ത്, ഇത് മാത്രമേ ഇബാദത്തുള്ളൂ, ഇത് മാത്രമേ അള്ളാഹുവുമായി അടുക്കാനുള്ള കർമ്മമുള്ളൂ എന്നൊരാളും മനസ്സിലാക്കേണ്ടതില്ല. മറിച്ച് നമ്മുടെ ഒരു സുഹൃത്ത് ഇങ്ങനെ നടന്നു വരുന്നത് കാണുകയാണ്. എന്നാൽ ആ സുഹൃത്തിന്റെ മുഖത്ത് നോക്കി നീ ഒന്ന് പുഞ്ചിരിച്ചാൽ ആ പുഞ്ചിരിക്കും നാളെ നിനക്ക് ആഖിറത്തിൽ കൂലി കിട്ടുമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. തബസ്സുമുക ഫീ വജ്ഹി അഖീക സദഖ. നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി നീ ഒന്ന് പുഞ്ചിരിച്ചാൽ, അവന്റെ കൽവിൽ ഒരു സന്തോഷം കൊടുക്കുന്ന വാക്ക് പറഞ്ഞാൽ അതും പുണ്യകർമ്മമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇതെല്ലാം നമ്മുടെ ഈമാനിന് വർധനവ് നൽകുന്ന നല്ല നല്ല അമലുകളാണ്, നല്ല നല്ല അമലുകളാണ്. ഇങ്ങനെയുള്ള അമാലുകൾ നമ്മുടെ ജീവിതത്തിൽ അങ്ങ് കൊണ്ടുവന്നാൽ മരിക്കുന്ന സമയത്ത് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ പറഞ്ഞുകൊണ്ട് പുഞ്ചിരിച്ചു മരിക്കാൻ നമുക്കും സാധിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മഹാന്മാര് പറയുന്നത് കാണാം, ഈമാൻ വർദ്ധിക്കാൻ ഏറ്റവും കൂടുതൽ ഫലം ചെയ്യുന്ന ഒരു വിഷയമുണ്ട്. ഏതാണത്? തഅലീമു മാ അല്ലമല്ലാഹു വതഹ്ഖീറു മാ ഹഖറല്ലാഹ്. അല്ലാഹു തആല ബഹുമാനിച്ച ചില സ്ഥലങ്ങളുണ്ട്, അല്ലാഹു ബഹുമാനിച്ച ചില ആളുകളുണ്ട്, സമയങ്ങളുണ്ട്, സന്ദർഭങ്ങളുണ്ട്. ആ സ്ഥലങ്ങളെയും ആളുകളെയും സമയങ്ങളെയും സന്ദർഭങ്ങളെയും ഏത് രൂപത്തിലാണോ ആദരിക്കേണ്ടത്, ബഹുമാനിക്കേണ്ടത്, ആ രൂപത്തിലുള്ള ആദരവ് നൽകുക. അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക. അതുപോലെ വതഹ്ഖീറു മാ ഹഖറല്ലാഹ്. അല്ലാഹു തആല നിന്ദിച്ചതായ ചില ആളുകളും സമയങ്ങളും സ്ഥലങ്ങളുമുണ്ട്. ആ അല്ലാഹു നിന്ദിച്ച ആളുകളെയും അല്ലാഹു നിന്ദിച്ച സ്ഥലങ്ങളെയും നിന്ദിക്കാൻ നമ്മുടെ മനസ്സ് പാകപ്പെടണം. എന്നാൽ നമ്മുടെ ഈമാനിന് വലിയ തോതിൽ വർധനവ് ലഭിക്കുകയാണ്. അല്ലാഹു ബഹുമാനിച്ച വസ്തുക്കളെ ബഹുമാനിച്ചാൽ, അല്ലാഹു ആദരിച്ച ആളുകളെ ആദരിച്ചാൽ അല്ലാഹു അവർക്ക് വലിയ മഹത്വം നൽകുന്നതാണ്. ഞാനൊരു ചെറിയ സംഭവം എന്റെ മുഅ്മിനീങ്ങളുടെ മുന്നിൽ ഒന്ന് വെക്കട്ടെയോ? മഹാനായ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു, അവിടുന്ന് വലിയ മഹാനാണ്, വലിയായ മഹാനാണ്. പക്ഷേ ആ ബിശ്റുൽ ഹാഫി തങ്ങളുടെ പൂർവകാല ചരിത്രം പരിശോധിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ആ ബിശ്റുൽ ഹാഫി ആ നാട്ടിലെ ഏറ്റവും വലിയ റൗഡിയായിരുന്നു, ഏറ്റവും വലിയ റൗഡിയായിരുന്നു. സുബ്ഹാനല്ലാഹ്, എല്ലാ മോശമായ പ്രവർത്തനങ്ങളെയും തലപ്പത്തുള്ള ആളായിരുന്നു ബിശ്റുൽ ഹാഫി. ആ ബിശ്റുൽ ഹാഫി കള്ളു കുടിക്കാത്തൊരു ദിവസം ഉണ്ടായിരുന്നില്ല. അവിടുന്ന് മാലിന്യമായ മോശമായ പ്രവർത്തനം ചെയ്യാത്തൊരു ദിവസമില്ല. പക്ഷേ ആ ബിശ്റുൽ ഹാഫിക്ക് അല്ലാഹു മഹത്വം കൊടുക്കാനുള്ള കാരണമായിട്ട് കിതാബുകളിൽ പറയുന്ന ചെറിയൊരു സംഭവമുണ്ട്. ഒരിക്കൽ ബിശ്റുൽ ഹാഫി കള്ളും കുടിച്ചിങ്ങനെ നടന്നു വരികയാണ് വീട്ടിലേക്ക്. ആ നടന്നു വരുന്ന വഴിയിൽ ഒരു കടലാസിന്റെ കഷ്ണം കാണുന്നു. ആ കടലാസിൽ എന്തോ എഴുതിയിട്ടുണ്ട്. പക്ഷേ ബിശ്റുൽ ഹാഫി അത് മൈൻഡ് ചെയ്തില്ല. ആ ബിശ്റുൽ ഹാഫി മസ്തായി ഇങ്ങനെ നടക്കുകയാണ്. കുറച്ചു ദൂരമങ്ങ് നടന്നു ചെന്നപ്പോ ബിശ്റുൽ ഹാഫി ചിന്തിക്കുന്നു, ഞാൻ നടന്നു വരുന്ന വഴിയിൽ ഒരു കടലാസിന്റെ കഷ്ണം കണ്ടല്ലോ, അതിൽ എന്തോ അറബിയിൽ എഴുതിയത് കണ്ടിട്ടുണ്ട്. അതെന്താണെന്ന് ഞാനൊന്ന് പോയി പരിശോധിച്ചു നോക്കട്ടെ.
കള്ളുകുടിയനായ ബിശ്റുൽ ഹാഫിയുടെ മനസ്സിൽ ആ രൂപത്തിലൊരു ചിന്ത വരുന്നു. ബിശ്റുൽ ഹാഫി തിരിച്ചു നടക്കുകയാണ്. അങ്ങനെ തിരിച്ചു നടന്നു. ആ കടലാസിലെ കഷ്ണം കാണുന്നു. കടലാസ് എടുത്തു നോക്കിയപ്പോ അതിലെന്താ എഴുതിയതെന്നറിയുമോ? അല്ലാഹ്, നാഥനായ റബ്ബിന്റെ ജലാലിയത്തുൽ ഇസ്മായ അല്ലാഹ് എന്ന് പറയുന്ന പേരാണ് എഴുതിയത്. ഇത് കണ്ടപ്പോ കള്ളുകുടിയനായ ബിശ്റുൽ ഹാഫി ചിന്തിക്കുന്നു, ഇത് യജമാനനായ റബ്ബ്, എന്നെ പടച്ച് പരിപാലിക്കുന്ന, എനിക്ക് വേണ്ടത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ നൽകുന്ന അല്ലാഹ്, ആ അല്ലാഹുവിന്റെ ബഹുമാനിക്കപ്പെടേണ്ട നാമമാണല്ലോ. ഇത് വഴിയിൽ ഇങ്ങനെ കിടന്നാൽ ആളുകൾ വന്ന് ചവിട്ടുമല്ലോ, ഇത് അനാദരിക്കപ്പെടുമല്ലോ. ബിശ്റുൽ ഹാഫിയുടെ മനസ്സിൽ ആദ്യമായി വന്നൊരു നന്മയാണ്. ബിശ്റുൽ ഹാഫി അതാ കടലാസിന്റെ കഷ്ണമെടുക്കുന്നു. ആ റോഡിന്റെ വഴിയുടെ സൈഡിലുള്ള വലിയൊരു മതിലുണ്ട്. ആ മതിലിന്റെ മുകളിലേക്ക് ആ കടലാസിന്റെ കഷ്ണമങ്ങ് കയറ്റിവെക്കുന്നു. ഇനി ഇത് വഴിയിലൂടെ നടന്നു പോകുന്ന ആളുകൾ ചവിട്ടൂലല്ലോ. ആ നിലയ്ക്ക് അത് മതിലിന്റെ മുകളിൽ കയറ്റിവെച്ച് ബിശ്റുൽ ഹാഫി വീണ്ടും നടത്തം ആരംഭിക്കുന്നു. കുറച്ചുകൂടെ അങ്ങ് നടന്നപ്പോ ബിശ്റുൽ ഹാഫിയുടെ മനസ്സിലേക്ക് വീണ്ടും ഒരു ചിന്ത വരുന്നു. സുബ്ഹാനല്ലാഹ്, ഞാനാ ഉയർത്തിയ വെച്ച ആ കടലാസിന്റെ കഷ്ണം, ആ മതിലിന്റെ മുകളിൽ എടുത്തു വെച്ചതായ കടലാസിന്റെ കഷ്ണം, ആ കടലാസിന്റെ കഷ്ണം ഒരു കാറ്റങ്ങടിച്ചാൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയമുണ്ടായാൽ ഒരുപക്ഷെ റോട്ടിലേക്ക് വില്ലിയും പറന്നു വരാലോ, ആളുകൾ ചവിട്ടാലോ, അനാദരിക്കപ്പെടാലോ. ബിശ്റുൽ ഹാഫി ആ ചിന്തയോട് വീണ്ടും തിരിച്ചു നടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ആ കടലാസിന്റെ കഷ്ണം മതിലിന്റെ മുകളിൽ നിന്ന് വീണ്ടും എടുക്കുന്നു. നല്ല ആദരവോടെ ബഹുമാനത്തോടെ ആ കടലാസിന്റെ കഷ്ണവും എടുത്ത് സ്വന്തം വീട്ടിലേക്ക് ചെല്ലുന്നു. അവിടെയുള്ള നല്ലൊരു പവിത്രമായ സ്ഥലത്ത് ആ കടലാസിന്റെ കഷ്ണമെടുത്ത് സൂക്ഷിച്ചു വെക്കുകയാണ്. അള്ളാഹുവിന്റെ പേരെഴുതിയ കടലാസാണെന്ന കാരണം കൊണ്ട് സുബ്ഹാനല്ലാഹ്, ബിശ്റുൽ ഹാഫി ആ കടലാസിന്റെ കഷ്ണത്തെ ആ പേരിനെ ബഹുമാനിച്ച് എടുത്തു വെക്കുകയാണ്. അന്ന് ബിശ്റുൽ ഹാഫി കിടക്കാൻ പോകുമ്പോ അവിടുന്നൊരു അശരീരി കേൾക്കുകയാണ്. എന്താണ് കേൾക്കുന്നതെന്നറിയുമോ? യാ ബിശ്റു, ഓ ബിശ്റുൽ ഹാഫി, ലഖദ് അല്ലംതു ഇസ്മി, നിങ്ങൾ എന്റെ പേരിനെ ബഹുമാനിച്ചല്ലോ, എന്റെ പേരിനെ ആദരിച്ചല്ലോ. ഫഖദ് അക്റംതുക, അതുകൊണ്ട് നിങ്ങളെയും ഇതാ നാം പ്രത്യേകമായി ആദരിക്കുകയാണ്, ബഹുമാനിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ചുരുക്കട്ടെ സഹോദരന്മാര്, പിറ്റേന്ന് നേരം പുലർന്നു നോക്കുമ്പോ ബിശ്റുൽ ഹാഫിയുടെ ചിന്തയിൽ പരിവർത്തനം സംഭവിക്കുന്നു. ബിശ്റുൽ ഹാഫിക്ക് കള്ളിനോട് താല്പര്യം തോന്നുന്നില്ല, മോശമായ പ്രവർത്തനങ്ങളിൽ ഇടപെടാനേ തോന്നുന്നില്ല, റൗഡിത്തരത്തോട് തെമ്മാടിത്തരത്തോട് യാതൊരു താല്പര്യവും തോന്നുന്നില്ല. അവിടുത്തെ ചിന്തയിൽ പരിവർത്തനം സംഭവിക്കുന്നു. അവസാനം ബിശ്റുൽ ഹാഫി ഇൽമ പഠിക്കാൻ വേണ്ടി അങ്ങ് പോവുകയാണ്. കള്ളുകുടിയനായ ബിശ്റുൽ ഹാഫി ഇന്നിതാ ഇൽമ പഠിക്കാൻ വേണ്ടി പോകുന്നു. അവസാനം ഇൽമ പഠിച്ച് വലിയ പണ്ഡിതനായി അള്ളാഹു വലിയ മഹത്വമങ്ങ് നൽകുകയാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഒരു കാലത്ത് ബിശ്റുൽ ഹാഫിയെ കണ്ടാൽ നാട്ടുകാർക്ക് വലിയ പേടിയായിരുന്നു. കാരണം റൗഡിയാണല്ലോ, ആക്രമിക്കുമല്ലോ എന്ന പേടി. എന്നാൽ ഇന്ന് ബിശ്റുൽ ഹാഫിയെ കാണുമ്പോ നാട്ടുകാര് ചിന്തിക്കുന്നു, അല്ലാഹ്, ആ ബിശ്റുൽ ഹാഫി എന്റെ വീട്ടിൽ നിന്ന് കയറി കിട്ടിയാൽ എന്റെ വീട്ടില് ബറക്കത്ത് ലഭിക്കുമല്ലോ, എന്റെ വീട്ടില് വലിയ അനുഗ്രഹം ചൊരിയുമല്ലോ. എല്ലാ ആളുകളും ബിശ്റുൽ ഹാഫിയുടെ അടുത്ത് വരും. അവര് ബിശ്റുൽ ഹാഫിയെ വീട്ടിലേക്ക് ഇങ്ങനെ ക്ഷണിക്കും. എന്നാൽ ബിശ്റുൽ ഹാഫിക്ക് കൈപ്പക്ക എന്ന് പറയുന്നത് വലിയ ഇഷ്ടമുള്ള വിഭവമാണ്. കൈപ്പക്ക എന്ന് പറയുന്ന സാധനം വലിയ ഇഷ്ടമാണ്.
നാട്ടുകാരിൽ ഭൂരിഭാഗവും അതേ കൃഷിത്തോട്ടമുള്ള കൃഷിക്കാരാണ്. എല്ലാ കൃഷിക്കാരും ഇങ്ങനെ വീട്ടിലേക്ക് ക്ഷണിക്കും, കൈപ്പക്ക പാകം ചെയ്തു കൊടുക്കാറുണ്ട്. ഒരു ദിവസം ഒരു കൃഷിക്കാരൻ, ഒരു കർഷകൻ ബിശ്റുൽ ഹാഫിയുടെ അടുത്ത് ചെന്നു വീട്ടിലേക്ക് ക്ഷണിച്ചു. അവിടുന്ന് വരാമെന്ന് ഏൽക്കുന്നു. ആ ദിവസം ആ കർഷകൻ രാവിലെ തന്നെ തന്റെ കൃഷിയിടത്തിലേക്ക് ചെന്നു. അവിടെ നോക്കുമ്പോ പാകമായ പറിക്കാൻ പറ്റുന്ന കൈപ്പക്ക വളരെ കുറവാണ്. എന്നാൽ തന്റെ സുഹൃത്തിന്റെ തോട്ടമുണ്ട് തൊട്ടടുത്ത്. ആ കൃഷിയിടത്തിലോ പറിക്കാൻ പാകമായ കൈപ്പക്കകൾ ധാരാളമുണ്ട്. പിന്നീട് സുഹൃത്തിനോട് സമ്മതം പറയാമല്ലോ എന്ന് മനസ്സിൽ ഉദ്ദേശിച്ച് ആ സുഹൃത്തിന്റെ കൃഷിയിടത്തിൽ നിന്ന് സമ്മതം ചോദിക്കാതെ കൈപ്പക്ക പറിക്കുന്നു. പാകമായ കുറച്ച് സ്വന്തം കൃഷിയിടത്തിൽ നിന്നും പറിക്കുകയാണ്. അങ്ങനെ അത് പാകമാക്കുന്ന വിഭവമാക്കുകയാണ്. ബിശ്റുൽ ഹാഫിയും ശിഷ്യന്മാരും വരുന്നു. അതേ ബിശ്റുൽ ഹാഫിയുടെയും ശിഷ്യന്മാരുടെയും മുമ്പിൽ ആ ഭക്ഷണം അങ്ങ് വെച്ചു കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ്, ബിശ്റുൽ ഹാഫി ചെയ്യുന്ന പണി എന്താണെന്നറിയുമോ? അവിടുന്ന് ആ വിഭവത്തിലേക്ക് കൈവെക്കുകയാണ്. ആ കൈപ്പക്കയിലേക്ക് കൈവെക്കുന്നു. അതിൽ നിന്ന് ഒരു കൈപ്പക്ക ഇങ്ങ് എടുക്കുന്നു. അവിടുന്ന് ശിഷ്യന്മാരോട് പറയുകയാണ്, ഹാദാ ഹലാൽ. ഓ ശിഷ്യന്മാരെ, ഇത് ഹലാലായ കൈപ്പക്കയാണ്, നിങ്ങൾ ഭക്ഷിച്ചോളൂ, കുഴപ്പമില്ല. എന്നാൽ അതേ പാത്രത്തിൽ നിന്ന് മറ്റൊരു കഷ്ണമങ്ങ് എടുക്കുകയാണ്. അവിടുന്ന് പറയുന്നു, ഹാദാ ഹറാം, ഇത് ഹറാമായ കൈപ്പക്കയാണ്. ശിഷ്യന്മാരെ അത്ഭുതത്തോടെ കർഷകന്റെ മുഖത്തേക്ക് നോക്കുമ്പോ കർഷകൻ പറയുന്നു, ഉസ്താദ് പറഞ്ഞത് ശരി തന്നെയാണ്, എന്റെ ഭാഗത്ത് ചെറിയൊരു അപാകത സംഭവിച്ചു പോയിട്ടുണ്ട്. എന്റെ സുഹൃത്തിനോട് സമ്മതം ചോദിക്കാതെ അല്പം ചില കൈപ്പക്ക ഞാൻ പറിച്ചു പോയിട്ടുണ്ട്. അതാണ് മഹാനായ ബിശ്റുൽ ഹാഫി വിഭവമാക്കിയതിന്റെ ശേഷം നോക്കി പറയുന്നത്, ഹാദാ ഹലാൽ വഹാദാ ഹറാം. എവിടുന്ന ബിശ്റുൽ ഹാഫിക്ക് ഒരു പവർ കിട്ടിയതെന്നറിയുമോ? അള്ളാഹുവിന്റെ പേരിനങ്ങ് ബഹുമാനിച്ചപ്പോ അള്ളാഹു വലിയ ആദരവ് കൊടുത്തുപോയതാണ്. ആരിഫീങ്ങൾക്കുള്ള വലിയൊരു പവറാണ്. ഖുലൂബുൽ ആരിഫീന ലഹാ ഉയൂനു തറാ മാ ലാ യറാഹുൽ നാദിറൂന ചൊല്ല് മൗലായ. ഈ ചൊക്ലിയിലെ മുബാറക്ക് പള്ളിയെക്കുറിച്ച് ഞാൻ കുറേ കേട്ടിട്ടുണ്ട്. നല്ല സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളുള്ള സ്ഥലമാണ് എന്ന് കേട്ടിട്ടുണ്ട്. ഇന്ന് സത്യം പറയുകയാണെങ്കിൽ പുത്തനത്താണിയിലൊരു വയല് ഞാൻ ഏറ്റിരുന്നു. പക്ഷേ റമദാനിൽ നമ്മുടെ റഷീദ് ഉസ്താദ് ഒരു വെള്ളിയാഴ്ച ഇങ്ങോട്ട് വിളിച്ചപ്പോൾ വരാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ വരണമെന്ന് വലിയ താല്പര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പുത്തനത്താണിയിലെ പരിപാടി തൽക്കാലം ഒഴിവാക്കിയിട്ട് ഇങ്ങോട്ട് വന്ന്. കാരണം അത്രയും ഞാൻ കേട്ടിട്ടുണ്ട് ഈ മുബാറക്ക് പള്ളിയെക്കുറിച്ച്, ഇവിടെയുള്ള സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ കുറിച്ചും. പക്ഷേ ഈ മൗലായൊക്കെ ചെല്ലുന്നത് കണ്ടിട്ട് ഒരു ആഫിയത്തില്ലാത്ത ആളുകളാണെന്ന് എനിക്ക് തോന്നുകയാണ്. ഒരു ആഫിയത്തില്ലാതെ ഒരു ചോറ് തിന്നാത്ത രൂപത്തിലുള്ള ഒരു മൗലായ, ഇതല്ല ഈ സദസ്സിന് വേണ്ടത്. മഹാനായ ഖമറുൽ ഉലമ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്, അള്ളാഹു ദീർഘ ആയുസ് നൽകട്ടെ, മഹാനവറുകൾ നാളെ ഈ മജ്ലിസിൽ വരാനിരിക്കുകയാണ്. അള്ളാഹു വലിയ ആഫിയത്ത് ഉസ്താദ് അവർക്ക് നൽകട്ടെ. ഉസ്താദിന്റെ മക്കളാണ്, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരാണ് എന്നതിന് ഒരു ഫ്ലക്സിന്റെയും ഒരു നോട്ടീസിന്റെയും ആവശ്യമില്ല. മറിച്ചോ റസൂലുള്ളാന്റെ പേര് പറയുമ്പോ ഉറക്ക സ്വലാത്ത് പറയുന്ന മജ്ലിസാണോ അത് സുൽത്താനുൽ ഉലമയുടെ മക്കളാണ്, ഖമറുൽ ഉലമാന്റെ മക്കളായിരിക്കും, യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ ഒരു മൗലായ കേൾക്കുമ്പോ ഒരു ഒയന്നോവർ മൗലായ ഇത് പോരാ. മറിച്ച് നല്ല റാഹത്തോടെ ഉഷാറിൽ റസൂലുള്ളാന്റെ മദ്ഹാണല്ലോ,
CM വലിയുള്ളാന്റെ പൊരുത്തം കിട്ടാനാണല്ലോ നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്. എല്ലാവരും നല്ലൊരു റാഹത്തിൽ ഒച്ചത്തിൽ മൗലായ സ്വല്ലി വസല്ലി ലിൽഖൽഖി കുല്ലിഹിം. അല്ലാഹു വലിയ മഹാന്മാർക്ക് കൊടുക്കുന്ന പവറാണ്. ഖുലൂബുൽ ആരിഫീന ലഹാ ഉയൂനു തറാ മാ ലാ യറാഹുൻ നാളിറൂന. ആരിഫീങ്ങളായ ആളുകളുടെ പ്രത്യേകത എന്താണ്? നാം കാണാത്ത പലതും അവരെ കാണുന്നു, നാം കേൾക്കാത്ത പലതും അവരെ കേൾക്കുകയാണ്, നാം അറിയാത്ത പലതും അവരെ അറിയുകയാണ്. പാകം ചെയ്ത വിഭവത്തിലേക്ക് നോക്കിയിട്ട് ഇത് ഹലാലായ സമ്പാദ്യമാണോ അല്ല ഇത് ഹറാമാണോ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എന്നാൽ മഹാനായ ബിശ്റുൽ ഹാഫി അവിടുന്ന് പാകം ചെയ്ത കൈപ്പക്കയിലേക്ക് നോക്കിക്കൊണ്ടാ പറയുന്നത്, ഹാദാ ഹലാൽ വഹാദാ ഹറാം. അല്ല ബഹുമാനിച്ച പേരിനെ ബഹുമാനിച്ചു എന്നൊരൊറ്റ കാരണം കൊണ്ട് അല്ല കൊടുത്ത പദവിയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട്, CM വലിയുല്ലാഹി അനുസ്മരിക്കുന്ന മജ്ലിസാണല്ലോ, ഇവിടെ നിന്ന് നാം നമ്മുടെ സ്വഭാവത്തിനൊരു പരിവർത്തനമുണ്ടാക്കണം. എന്ന് പറഞ്ഞാൽ അല്ല ബഹുമാനിച്ച സ്ഥലങ്ങളെയും അല്ല ബഹുമാനിച്ച ആളുകളെയും അല്ലാഹു ബഹുമാനിച്ച സമയങ്ങളെയും അതേ നല്ല രൂപത്തിൽ ബഹുമാനിക്കാൻ, ആദരവ് കൽപ്പിക്കാൻ പറ്റുന്ന രൂപത്തിൽ നമ്മുടെ മനസ്സിനെ ഒന്ന് മാറ്റിയെടുക്കേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒന്നാമത്തെ വിഷയമാണ് അല്ല ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക. അല്ല ബഹുമാനിച്ച വിഷയങ്ങൾ പറയുമ്പോ സുബ്ഹാനല്ലാഹ്, നമുക്ക് നമ്മുടെ വീടിന്റെ അടുക്കളയിൽ വെച്ച് തുടങ്ങേണ്ട വിഷയമാണത്. സ്വന്തം ഉമ്മയുണ്ടല്ലോ, 9 മാസവും 10 ദിവസവും നിന്നെ പൂർണ്ണമായി ഗർഭം ചുമന്ന ഉമ്മ, എത്ര വേദനകളാണ് ആ ഉമ്മ നമുക്ക് വേണ്ടി സഹിച്ചത്. ഏത് സന്തോഷവേളയിലും സ്വന്തം മകനായ എന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നത് കണ്ടാൽ എന്റെ ഉമ്മാന്റെ കണ്ണ് അറിയാതെ നിറഞ്ഞു പോകാറുണ്ട്. ആ ഉമ്മ എത്ര വലിയ സങ്കടത്തിൽ നിൽക്കുകയാണെങ്കിലും മകനായ എന്റെ മുഖത്ത് നല്ല സന്തോഷം കാണുമ്പോ ആ ഉമ്മയും എന്റെ സന്തോഷത്തിൽ പങ്കുകൊള്ളാറുണ്ട്. എന്റെ സന്തോഷമാ എന്റെ ഉമ്മാന്റെ സന്തോഷം, എന്റെ ദുഃഖമാ എന്റെ ഉമ്മാന്റെ ദുഃഖം. ഇങ്ങനെ നമുക്ക് വേണ്ടി ജീവിതം തന്ന നമ്മുടെ ഉമ്മ, ആ ഉമ്മാനെ അല്ല ബഹുമാനിച്ചിട്ടുണ്ട്. ആ ഉമ്മാനെ ബഹുമാനിക്കാതെ, ആ ഉമ്മാനെ ആദരിക്കാതെ മോനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിക്കാൻ കഴിയുമെന്ന് കരുതേണ്ടതില്ല. സാന്ദർഭികമായി ഞാൻ എന്റെ ചെറുപ്പക്കാരോടൊരു വിഷയം പറയട്ടെ. ഒരുപക്ഷേ ഭാര്യയുടെ തലയണ മന്ത്രം കേട്ടിട്ട് സ്വന്തം ഉമ്മാനോട് കയർത്ത് സംസാരിക്കുന്ന ചെറുപ്പക്കാരനുണ്ടാവാം. മോനെ, ഇന്നലെ നിന്റെ ജീവിതത്തിലേക്ക് കയറി വന്നൊരു പെണ്ണിന്റെ തലയണ മന്ത്രം കേട്ടിട്ട് നിനക്ക് വേണ്ടി വല്ലാതെ ത്യാഗം സഹിച്ച ഉമ്മാനോട് മുഖം കറുപ്പിച്ച് നീ സംസാരിച്ചിട്ടുണ്ടോ? അല്ലാഹുവിന്റെ സ്വർഗം നിനക്ക് ഹറാമാ, നിനക്ക് അന്യമാ. എന്ത് കാരണമെന്നറിയുമോ? അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. നിനക്ക് സ്വർഗമെന്ന് പറയുന്ന ഉല്ലാസകേന്ദ്രം അല്ല എവിടെയാ സജ്ജീകരിച്ചത്? അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്.
സ്വർഗമെന്ന് പറഞ്ഞാൽ മോനെ ഉമ്മാന്റെ കാലിന്റെ അടിയിലെ അല്ലാഹ് സംവിധാനിച്ചത്. ആ ഉമ്മാനെ വെറുപ്പിച്ചാൽ, ആ ഉമ്മാനെ അനാദരിച്ചാൽ, എത്ര സാധാരണക്കാരിയായ ഉമ്മയാണെങ്കിലും അർഹിച്ച ബഹുമാനം കൊടുക്കുന്നില്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിക്കാൻ കഴിയൂല, ഈമാൻ ലഭിക്കൂല. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഏതെങ്കിലും ചെറുപ്പക്കാരി വിവരമില്ലായ്മ കൊണ്ട് മോനെ നമ്മുടെ ഒരു വാക്കുകൊണ്ട് നമ്മുടെ ഉമ്മാന്റെ കണ്ണിൽ നിന്ന് ഒരിറ്റി കണ്ണുനീര് വരേണ്ടി വന്നിട്ടുണ്ടോ? ആ ഉമ്മാന്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞോ? ആ ഉമ്മാനോട് പൊരുത്തപ്പെടിച്ചോ? അല്ലാതെ എത്ര വലിയ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം നടത്തിയാലും കഅബയുടെ കില്ലും പിടിച്ചു ദുആ ചെയ്താലും ഉമ്മ പൊരുത്തപ്പെടാതെ നല്ല ഖബറിൽ സന്തോഷം ലഭിക്കൂല, നിന്റെ ആഖിറം വെളിച്ചമാവൂല. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഇങ്ങനെ ധാരാളം വിഷയങ്ങൾ പറയാനുണ്ട്. പക്ഷേ ഞാൻ എന്റെ വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കുന്നു എന്ന് ഭയന്നിട്ട് ഞാൻ തിരിച്ചിങ്ങോട്ട് തന്നെ വരട്ടെ. ഈമാൻ വർദ്ധിക്കാനുള്ള ഒന്നാമത്തെ കാരണം, എല്ലാം വളരെ വിശദീകരിക്കേണ്ട വിഷയങ്ങളാണ്. സമയത്തിന്റെ പരിമിതി കണക്കിലെടുത്ത് ഒന്ന് മേലോട്ടുകൂടെ അല്ലെങ്കിൽ ഒന്ന് ഓട്ടപ്രദക്ഷിണം നടത്തിയിട്ട് ഞാനങ്ങ് അവസാനിപ്പിക്കും. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. രണ്ടാമത് ഈമാൻ വർദ്ധിക്കാൻ നാം ചെയ്യേണ്ടത് വതഹ്ഖീറു മാ ഹഖറല്ലാഹ്. അല്ലാഹു നിന്ദിച്ചതായ ചില ആളുകളുണ്ട്, അല്ലാഹു നിന്ദിച്ച ചില സ്ഥലങ്ങളുണ്ട്, അല്ലാഹു നിന്ദിച്ച ചില സന്ദർഭങ്ങളുണ്ട്. ആ ആളുകളെയോ ആ സ്ഥലങ്ങളെയോ നിന്ദിക്കാനും നമ്മുടെ മനസ്സ് പാകപ്പെടുത്തിയെടുക്കേണ്ടതുണ്ട്. അല്ലാഹു നിന്ദിച്ച ഒരാളെ മുഅ്മിനായ മനുഷ്യനെ ബഹുമാനിക്കാൻ പാടില്ല. ഞാൻ മഹാനായ തുർമുദി ഇമാം പറയുന്ന ഒരൊറ്റ ഹദീസിന്റെ സദസ്സിനോട് പറയട്ടെ. മഹാനായ തുർമുദി ഇമാം പറയുകയാണ്, മൻ ലഹിക ഇലാ മുബ്തദിഇൻ നസഅ അല്ലാഹു നൂറൽ ഈമാൻ മിൻ ഖൽബിഹി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് ഇതിന്റെ നേരെ അർത്ഥം ഞാൻ അങ്ങ് പറയുന്നേ ഉള്ളൂ. എന്റെ വക ഒരു ഹർഫ് പോലും ഞാൻ കൂട്ടിക്കൊടുക്കൂല. അതേ റസൂലുള്ള എന്താ പറയുന്നത്? മൻ ലഹിക ഇലാ മുബ്തദിഇൻ, ബിദ്അത്തുകാരനായ ആൾ. ആരാണ് ഈ ബിദ്അത്തുകാരൻ? അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് സാധാരണക്കാരനാണെന്ന് പറയുന്ന, അതുപോലെ റസൂലുള്ള ദിവസവും 100-ലേറെ തെറ്റ് ചെയ്യുന്ന ആളാണെന്ന് പറയുന്ന റസൂലുള്ള അതേ സാധാരണക്കാരനായ മനുഷ്യനായിരുന്നു. 40 വയസ്സ് വരെ അറബികൾക്കിടയിൽ ജീവിച്ച സാധാരണ ഒരു അറബി പയ്യനായിരുന്നു എന്ന് പറയുന്ന റസൂലുള്ളാഹി തങ്ങളുടെ മാതാപിതാക്കൾ അവരെ നരകത്തിന്റെ അവകാശികളാണെന്ന് പറയുന്ന ബിദ്അത്തുകാരൻ. ആ ബിദ്അത്തുകാരനോട് വല്ലവനും ചിരിച്ചു കഴിഞ്ഞാൽ, സഹോദരന്മാരെ നന്നായി ശ്രദ്ധിച്ചു കേൾക്കേണ്ട വിഷയമാണ്. ബിദ്അത്തുകാരന്റെ മുഖത്തു നോക്കി വല്ലവനും ഒന്ന് ചിരിച്ചു കഴിഞ്ഞാൽ, നസഅ അല്ലാഹു നൂറൽ ഈമാനി മിൻ ഖൽബിഹി, അവന്റെ ഹൃദയാന്തരങ്ങളിൽ നിന്ന്, അവന്റെ കൽവിൽ നിന്ന് ഈമാനികമായ പ്രകാശം അത് അല്ലാഹു അങ്ങ് ഊരിക്കളയുന്നതാണ്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. ബിദ്അത്തുകാരനോട് ചിരിച്ചാൽ കൽവിൽ നിന്ന് ഈമാൻ അങ്ങ് ഊരിക്കളയുമെന്ന് റസൂലുള്ളാഹി നിങ്ങൾ പറഞ്ഞ വിഷയമാണ്. മോനെ, നിനക്ക് സംശയമുണ്ടോ? ഇതാരാ പറഞ്ഞത്? എന്നെയും നിങ്ങളെപ്പോലെയുമുള്ള സാധാരണക്കാരനായ മനുഷ്യനാണോ? അല്ല, അല്ല. വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യുഹാ. എന്റെയും നിങ്ങളുടെയും കരളിന്റെ കരളായ
ചങ്കിലെ ചോരയായ ഹൃദയത്തിന്റെ തുടിപ്പായ ശഫീഉൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി, അവിടുന്ന് ഇന്നേവരെ കളവ് പറഞ്ഞിട്ടില്ല. അവിടുന്ന് ഒരു കളവ് പോലും തമാശക്ക് പോലും പറഞ്ഞിട്ടില്ല. മാത്രമല്ല, നാഥനായ റബ്ബ് പറയാൻ പറഞ്ഞത് അവിടുന്ന് പറഞ്ഞിട്ടുള്ളൂ. റബ്ബ് പറയാൻ പറഞ്ഞത് അവിടുന്ന് ഇന്നേവരെ പറഞ്ഞിട്ടുള്ളൂ. ആ റബ്ബിന്റെ കൽപ്പന പ്രകാരം അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച വിഷയമാണ് മൻ ലഹിക ഇലാ മുബ്തദിൽ ലസഅ അല്ലാഹു നൂറൽ ഈമാനി മിൻ ഖൽബിഹി. ഈ വിഷയം പറയുമ്പോ ചില ആളുകൾക്കങ്ങ് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. നല്ല സുന്നത്ത് ജമാഅത്തിന്റെ ആള് തന്നെയാണ്. പക്ഷേ ഉസ്താദേ, എന്റെ സ്വന്തം ജ്യേഷ്ഠൻ വഹാബിയാണ്, അല്ലെങ്കിൽ എന്റെ അനുജൻ വഹാബിയാണ്, എന്റെ വാപ്പ ഉമ്മ വഹാബിയാണ്, അവരോട് ചിരിക്കരുതെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഇത് ന്യായമാണോ, ഇത് യുക്തിയാണോ എന്ന് തിരിച്ചു ചോദിക്കുന്ന ചില ആളുകളുണ്ടോ? അവരോട് മഹാനായ സി.എം. വലിയുള്ളാന്റെ അനുസ്മരണം നടക്കുന്ന ഈ മജ്‌ലിസിൽ വെച്ച് എനിക്ക് ഒരേ ഒരു മറുപടിയെ പറയാനുള്ളൂ. മോനെ, നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ എന്നെയും നിങ്ങളെയും കൊണ്ടുവരുന്നൊരു ദിവസമുണ്ടല്ലോ. ആ കോടതിയിൽ ഹിസാബ് എടുക്കുന്ന സമയത്ത് അല്ലാഹുവോട് നിനക്ക് ന്യായം പറയാൻ കഴിയുമോ? അല്ലാഹുവോട് തെറുക്കുത്തരം പറയാൻ കഴിയുമോ? നീ ആരുമായും ചിരിച്ചോ? നീ ആരോടും സലാം പറഞ്ഞോ? പക്ഷേ അല്ലാഹുവിന്റെ കോടതി എന്ന് പറയുന്നത് അത് ന്യായം പറയാനുള്ള കോടതിയല്ല, അത് മറുചോദ്യം ചോദിക്കാനുള്ള കോടതിയല്ല, അത് തെറുക്കുത്തരം പറയാനുള്ള കോടതിയല്ല. ആ കോടതിയിൽ വിജയിക്കണോ? അവിടെ നിനക്ക് സാലിഹീങ്ങളോടുകൂടെ വിജയിച്ച് സ്വർഗത്തിൽ കടക്കണോ? അത്തീഉല്ലാഹ വർ-റസൂൽ, അല്ലാഹുവിനെയും അവന്റെ ഹബീബായ ശഫീഉൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെയും അനുസരിക്കലല്ലാതെ യാതൊരു നിർവാഹവുമില്ല. ഇവിടെയാണ് എന്റെ സഹോദരന്മാരെ പരിശുദ്ധമായ ഖുർആനിൽ നമ്മോട് വിശ്വസിക്കാൻ പറയുന്നു. എങ്ങനെ വിശ്വസിക്കണമെന്നാ പരിശുദ്ധ ഖുർആൻ പറയുന്നത്? ആമിനൂ കമാ ആമനന്നാസ്, അന്നാസ് വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കണം. ആരാണ് ഈ അന്നാസ് എന്ന് പറയുന്നത്? അഥവാ സ്വഹാബ കിറാമുണ്ടല്ലോ, അവര് വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കണം കേട്ടോ. ഞാൻ ഓർക്കുകയാണ്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ചരിത്രത്തിലേക്ക് നമ്മളൊന്ന് കണ്ണോടിക്കുമ്പോ പ്രിയപ്പെട്ട സഹോദരന്മാരെ നന്നായി ആലോചിക്കേണ്ട വിഷയമാണ്. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു അവിടുന്നതാ ഇസ്ലാം സ്വീകരിക്കുന്നു. ആ സഅദ് തങ്ങളുടെ ഉമ്മ അവിടുത്തേക്ക് സഅദ് തങ്ങൾ എന്ന മോനോട് വലിയ ഇഷ്ടമാണ്. എന്നാൽ സഅദ് തങ്ങൾക്ക് ഉമ്മാനോടും പെരുത്ത് ഇഷ്ടമാണ്, വലിയ മഹബത്താണ്. ആ ഉമ്മ വല്ലാതെ കഷ്ടപ്പെട്ടാണ് സഅദ് റളിയല്ലാഹു അൻഹുവിനെ പോറ്റിയത്. പക്ഷേ ആ സഅദ് തങ്ങള് റസൂലുള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ചു എന്ന വിവരം അവിശ്വാസിനിയായ ഉമ്മാനോട് ആലോചനങ്ങ് പറയുന്നു. നിങ്ങളുടെ മകന് സഅദ് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. സഅദ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വന്നു. ആ സമയത്ത് ഉമ്മാന്റെ പറച്ചിലൊന്ന് കേൾക്കണേ. എന്താണ് മഹാനായ സഅദ് തങ്ങളോട് പറയുന്നത്? മോനെ സഅദേ, ഈ ഉമ്മ വല്ലാതെ കഷ്ടപ്പെട്ടല്ലേ മോനെ നിന്നെ വളർത്തിയത്, നിന്നോട് വല്ലാതെ സ്നേഹം കാണിച്ചിട്ടില്ലേ ഈ ഉമ്മ? ആ ഉമ്മ ഈ സമയത്ത് മോനോടൊരു വിഷയം പറയട്ടെ. എന്റെ മോനായ സഅദേ, നീ മുഹമ്മദിനെ കൊണ്ട് വിശ്വസിച്ചു എന്ന വാർത്ത എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ ഇസ്ലാം സ്വീകരിച്ചു എന്ന വിവരം എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്. മോനെ,
ഈ ഉമ്മാക്കത് തീരെ ഇഷ്ടമില്ല. നമ്മൾ ഇന്നേ വരെ ആരാധിച്ച, നമ്മൾ ഇന്നേ വരെ ബഹുമാനിച്ച ലാത്തയും ഉസ്സയും മനാത്തയും പോലെയുള്ള ദൈവങ്ങള്, അതിനെല്ലാം ഒഴിവാക്കണമെന്ന് പഠിപ്പിക്കുന്ന മുഹമ്മദിന്റെ ദീന് നീ വിശ്വസിച്ചു, ഇത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് മോനെ, നീ എത്രയും പെട്ടെന്ന് മുഹമ്മദിന്റെ ദീനിൽ നിന്ന് പിന്മാറണം. ഇനി പിന്മാറിയില്ല എങ്കിൽ ഈ ഉമ്മ ജീവിതത്തിൽ ഇനി ഒരു ഇറക്ക് വെള്ളം കുടിക്കൂല, ഒരു തരി ഭക്ഷണം കഴിക്കൂല, പട്ടിണി കിടന്ന മോനെ നിന്റെ മുന്നിൽ വെച്ച് ഈ ഉമ്മ അങ്ങ് മരിച്ചു കളയൂ. അതുകൊണ്ട് മോൻ മുഹമ്മദിന്റെ ദീന് വിട്ട് പുറത്തു പോരണം. സഅദ് റളിയല്ലാഹു അൻഹുവിനോട് സ്നേഹനിധിയായ ഉമ്മാന്റെ സംസാരമാണ്. എന്നാ സഅദ് തങ്ങളുടെ മറുപടി, സഅദ് തങ്ങൾ ചിന്തിക്കുന്നത് നേരത്തെ നമ്മൾ ചിന്തിച്ചതുപോലെയുള്ള ചിന്തയാണോ? എന്നെ ഉമ്മയല്ലേ, എന്റെ ജ്യേഷ്ഠനല്ലേ, എന്റെ ഉപ്പാന്റെ ജ്യേഷ്ഠനല്ലേ, എന്റെ ഉപ്പയല്ലേ, ഈ ചിന്തയാണോ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലേക്ക് വന്നത്? സഅദ് റളിയല്ലാഹു അൻഹു ആ ഉമ്മാനോട് പറയുന്നു, ഉമ്മാ, ഈ സഅദ് എന്ന് പറയുന്ന മോന് എന്റെ ഉമ്മാനോട് വലിയ ഇഷ്ടമുണ്ട്, വലിയ സ്നേഹമുണ്ട്. ഉമ്മാക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ റെഡിയാ. പക്ഷേ ഉമ്മാക്കൊന്ന് കേൾക്കണോ, ഞാൻ മുഹമ്മദ് നബിയെയും വിട്ടുപോന്നിട്ടില്ലെങ്കിൽ എന്റെ സ്നേഹനിധിയായ ഉമ്മ എന്റെ മുന്നിൽ നിന്ന് പട്ടിണി കിടന്ന് മരിക്കുമെന്നല്ലേ പറഞ്ഞത്. എന്നാൽ ഉമ്മ മരിക്കലല്ലാതെ യാതൊരു നിർവാഹവുമില്ല. ഈ മോൻ മുഹമ്മദ് നബിയെ വിട്ട് പോരൂല, ആ ദീന് ഒഴിവാക്കൂല. ഇതാ സ്വഹാബത്തിന്റെ വിശ്വാസം. ഇതുകൊണ്ടാ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ആമിനൂ കമാ ആമനന്നാസ്. അന്നാസായ സ്വഹാബത്ത്, ആ സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ നന്നായി വിശ്വസിക്കണം കേട്ടോ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, റസൂലുള്ളാഹിനെ ധിക്കരിക്കുന്നത് ഉമ്മയാണോ? ആ ഉമ്മാനെ എനിക്ക് വേണ്ട. റസൂലുള്ളാഹിനെ ധിക്കരിക്കുന്ന ഉപ്പയാണോ? ആ ഉപ്പാനെ എനിക്ക് വേണ്ട. സഹാബത്ത് റസൂലുള്ളാഹിന്റെ മുന്നിൽ ചെന്ന് പറഞ്ഞില്ലയോ, ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്. നബിയേ, അങ്ങയുടെ ജീവൻ സംരക്ഷിക്കാൻ എന്റെ ഉമ്മാന്റെ ജീവൻ തരണോ? ഞാൻ അതിന് റെഡിയാണ്. എന്റെ ഉപ്പാനെ തരണോ? ഞാൻ റെഡിയാണ്. എന്റെ ഉപ്പാനെയും ഉമ്മാനെയും അങ്ങയുടെ കാൽ കീഴിതാ ഞാൻ സമർപ്പിക്കുന്നു നബിയേ. അങ്ങയുടെ മുന്നിൽ ഇതാ ദണ്ഡം വെക്കുന്നു നബിയേ. മുഅ്മിനീങ്ങളെ, മനസ്സറിന്റെ നാമം പറയേണ്ട വാചകമാ, ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്. നബിയേ, എന്റെ ഉപ്പ അങ്ങേക്ക് എതിരാണോ? ആ ഉപ്പാനെ എനിക്ക് വേണ്ട. എന്റെ ഉമ്മ അങ്ങേക്ക് എതിരാണോ? ആ ഉമ്മാനെ എനിക്ക് ആവശ്യമില്ല. എന്തേ കാരണമെന്നറിയുമോ? അന്ത ഉമ്മുൽ അംആബു മറഅയ്ന ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൽ നബി ലാ ഇലാഹ ഇല്ലല്ലാഹു. മുഹമ്മദുർ റസൂലുള്ളാഹ്
മദീനയിൽ കിടക്കുന്ന നമ്മുടെ കരളിനോട് നമ്മൾ പറയുന്ന വാക്കാണ് അന്ത ഉമ്മുൽ നബിയെ, അങ്ങാണ് എന്റെ ഉമ്മ. എന്റെ ഉമ്മ മാത്രമല്ല അങ്ങ്, അബൂ, എന്റെ ഉപ്പയും അങ്ങ് തന്നെയാണ്. എന്തേത് പറയാനുള്ള കാരണമെന്നറിയുമോ? എന്റെ ഉമ്മ എന്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ എന്റെ ഉമ്മയാണ്. ആ ഉമ്മ ഞാൻ കരയുന്ന ഒരു സമയത്ത് ചിരിച്ചതുണ്ടോ? എന്നെ ആ ഉമ്മ പ്രസവിച്ച അന്ന് ഈ ലോകത്തേക്ക് ഞാൻ ആദ്യമായി കടന്നു വന്നപ്പോ ഞാനൊരു കരച്ചിൽ കരഞ്ഞിരുന്നു. ആ കരച്ചിൽ കരഞ്ഞപ്പോ എന്റെ ഉമ്മ ചിരിച്ചിട്ടുള്ളൂ. മറ്റ് എല്ലാ സമയത്തും ഞാൻ കരയുമ്പോ എന്റെ ഉമ്മ കരയുന്നു. മാത്രമല്ല, ഞാൻ ജനിക്കുന്നതിന്റെ മുമ്പേ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഉമ്മയാണ് എന്റെ ഉമ്മ. എന്റെ ഉമ്മാന്റെ ഗർഭാശയത്തിൽ ബീജമായി നിക്ഷേപിക്കപ്പെട്ട അന്നു മുതൽ, അല്ലെങ്കിൽ 4 മാസം അങ്ങ് കഴിഞ്ഞ് എനിക്ക് റൂഹോദിയതിന്റെ ശേഷം എന്നെ ഗർഭം ചുമന്ന എന്റെ ഉമ്മ ആ വയറ്റിൽ വെച്ച് ഞാനൊന്ന് അനങ്ങിയപ്പോ, ഞാനൊന്ന് തിരിഞ്ഞപ്പോ, ഞാൻ എന്റെ കാലൊന്ന് അനക്കിയപ്പോ എന്റെ ഉമ്മ വേദന കൊണ്ട് പൊളഞ്ഞു പോയ രാത്രികളുണ്ട്. എന്നെ ഗർഭം ചുമന്നപ്പോ എന്റെ ഉമ്മാന്റെ പല രാത്രികളും പകലുകളാക്കേണ്ടി വന്നിട്ടുണ്ട്. ആ ഉമ്മ എനിക്ക് വേണ്ടി വല്ലാതെ കഷ്ടപ്പെട്ട്, ശരിതല്ലേ? എന്നാൽ ആ ഉമ്മാനെ എന്റെ മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോ റസൂലുള്ളാഹിനോട് ഞാൻ അറിയാതെ അങ്ങ് പറഞ്ഞു പോകുന്നു, അന്ത ഉമ്മൂൻ യാ റസൂലല്ലാഹ്, നബിയേ അങ്ങാണ് എന്റെ ഉമ്മ. പോരാ പോരാ, അബൂ, എന്റെ പിതാവ് രാവിലെ നേരം പുലർന്നാൽ ആ പിതാവ് അതാതന്റെ പണിയായുധങ്ങളും ചുമലിലേറ്റിക്കൊണ്ടു ചുട്ടുപൊള്ളുന്ന വെയിലത്തും കോരിച്ചെറിയുന്ന മഴയത്തും പണിയെടുക്കുകയാണ്. പ്രവാസിയായിട്ട് പ്രവാസ ലോകത്ത് പ്രയാസമനുഭവിക്കുന്ന എന്റെ പിതാവ് ചുട്ടുപൊള്ളുന്ന മരുഭൂമിയുടെ മണലാരണ്യത്തിലോ വയറ് നിറച്ച് ഭക്ഷണം പോലും കഴിക്കാതെ എന്റെ പിതാവ് എനിക്ക് വേണ്ടി കഷ്ടപ്പെടുകയാണ്. ആ പിതാവിനോട് നിങ്ങളൊന്ന് ചോദിച്ചതോ, എന്തിനാ നിങ്ങളിങ്ങനെ മരുഭൂമിയിൽ കഷ്ടപ്പെടുന്നത്? ആ പിതാവിന്റെ മറുപടി എന്താണെന്നറിയുമോ? ഞാനെത്ര കഷ്ടപ്പെട്ടാലും, ഞാനെന്ത് പ്രയാസം സഹിക്കേണ്ടി വന്നാലും എന്റെ മക്കളുടെ മുഖത്തൊരു പുഞ്ചിരി കണ്ടാൽ, അവരൊന്ന് സന്തോഷിച്ചാൽ, മരുഭൂമിയിൽ ഞാൻ അനുഭവിക്കുന്ന ചൂടിനെനിക്ക് ചൂടനുഭവപ്പെടുന്നില്ല, കോരിച്ചൊരിയുന്ന മഴ എനിക്കൊരു പ്രശ്നമേ തോന്നുന്നില്ല. ഇങ്ങനെ എനിക്ക് വേണ്ടി തന്റെ ചോര നീരാക്കി അധ്വാനിച്ച പിതാവുണ്ടല്ലോ, ആ പിതാവിനെ മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോ ഞാനല്ല റസൂലുള്ളാഹിനോട് പറയുന്നു, അബൂ, നബിയേ എന്റെ ഉമ്മയും അങ്ങാൻ, എന്റെ ബാപ്പയും എന്റെ ഉപ്പയും അങ്ങാ. മറഅയ്ന ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറുൽ നബി. ആ ഉമ്മയും ഉപ്പയും എന്നെ വല്ലാതെ സ്നേഹിച്ചിട്ടുണ്ട്, എനിക്ക് വേണ്ടി വല്ലാതെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നബിയെ, അങ്ങ് എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടതുപോലെ പ്രയാസപ്പെട്ടതുപോലെ എന്റെ ഉമ്മയോ ഉപ്പയോ കഷ്ടപ്പെട്ടിട്ടില്ല, പ്രയാസം അനുഭവിച്ചില്ല. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് 3 വർഷം
സ്വന്തം നാട്ടുകാരും കുടുംബക്കാരും അവിടുത്തെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിയൊരു സന്ദർഭമുണ്ടായിരുന്നു. അവിടുത്തോട് വെള്ളം കൊടുക്കാതെ, ഭക്ഷണം കൊടുക്കാതെ അവിടുത്തെ മാറ്റി നിർത്തിയൊരു സമയം. റസൂലുള്ളാഹി തങ്ങളും 3 വർഷത്തോളം പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ട്. അവിടുന്ന് പച്ച ഇലകൾ മാത്രം എടുത്ത് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. വെറും വെള്ളം മാത്രം കുടിച്ച് ജീവിതം നിലനിർത്തിയിട്ടുണ്ട്. നബിയേ, അങ്ങാ പട്ടിണി കിടന്നത് എനിക്ക് വേണ്ടിയാണല്ലോ. എനിക്ക് ആഖിറമാകുന്ന ലോകത്തിൽ വിജയം വരിക്കാനുള്ള ദീനുൽ ഇസ്ലാം പ്രചരിപ്പിക്കാനാണല്ലോ അങ്ങ് ഇത്രയും അധികം ത്യാഗം സഹിച്ചത്. മാത്രമല്ല, സ്വന്തം ജനിച്ച നാട്ടിൽ വെച്ച് ആളുകളുടെ ക്രൂരമായ മർദ്ദനത്തിന് വിധേയമായപ്പോ ഒരൽപ്പം ആശ്വാസം ലഭിക്കണമെന്ന ഉദ്ദേശത്തോടെ നബിയേ, അങ്ങ് ത്വായിഫിന്റെ മണലാരണ്യത്തിലേക്ക് കടന്നു ചെന്നപ്പോ ഒരൽപ്പം ആശ്വാസം ലഭിക്കണമെന്ന് ചിന്തിച്ചു പോയ നബിക്ക് അവിടെയുള്ള അങ്ങാടി പിള്ളേര് അവിടുത്തെ വെള്ളാരൻ കല്ലെടുത്തുകൊണ്ട് എറിയുന്നു. റസൂലുള്ളാന്റെ കാല് പൊട്ടി രക്തം വരുന്നു. അവിടുന്ന് പ്രതികരിച്ചില്ല. അവിടുന്ന് ക്ഷമയോടെ സഹിക്കുന്നു. മാത്രമല്ല, ജനിച്ച നാട്ടിൽ കഅബാലയത്തിന്റെ മുന്നിൽ ചെന്നുകൊണ്ട് ഒന്ന് അല്ലാഹനെ അറിഞ്ഞൊന്ന് സുജൂദ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോ ആഴ്ചകൾക്ക് മുമ്പ് ചത്തുമലച്ച ഒട്ടകത്തിന്റെ കുടൽമേൽ വന്നുകൊണ്ട് റസൂലുള്ളാന്റെ പവിത്രമായ ശിരസിന്റെ മേൽ അടിയിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ അവിടുന്ന് അതും സഹിക്കുന്നു. അവിടുന്ന് പൊറുക്കുന്നു. പ്രതികരിക്കാൻ ശേഷിയില്ലാത്തത് കൊണ്ടല്ലല്ലോ നബിയെ പ്രതികരിക്കാതിരുന്നത്. എനിക്ക് വേണ്ടി സഹിച്ചതാണല്ലോ. എനിക്ക് വേണ്ടി അവിടുന്ന് പ്രയാസം അനുഭവിച്ചല്ലോ. മാത്രമല്ല, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുന്നൊരു സമയമുണ്ട്. അബൂബക്കർ സിദ്ദീഖ് തങ്ങളോടൊപ്പം റസൂലുള്ള പോവുകയാണ്. കിലോമീറ്ററുകളോളം ഹബീബായ തങ്ങളുടെ പവിത്രമായ കാൽപാദങ്ങൾ നിലത്ത് വെച്ചുകൊണ്ട് ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിലൂടെ നടന്നുകൊണ്ട് റസൂലുള്ള പോകുന്നു. കുറെ അങ്ങ് നടന്നപ്പോ അവിടുത്തെ കാല് പൊട്ടുന്നു. കാലിന്റെ അടിഭാഗം അങ്ങ് പൊട്ടിയിട്ട് ഒരടി പോലും നടക്കാൻ കഴിയാത്ത ഹബീബായ തങ്ങള് അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് പറഞ്ഞില്ലയോ, അബൂബക്കറേ, ഒരടി പോലും നടക്കാൻ കഴിയുന്നില്ല, വല്ലാതെ പ്രയാസമുണ്ട്. ഇത് പറഞ്ഞപ്പോ റസൂലുള്ളാഹിനെക്കാളും 2 വയസ്സ് മാത്രം പ്രായം കുറവുള്ള അബൂബക്കർ തങ്ങള് അവിടുന്ന് റസൂലുള്ളാഹിനെ ചുമലിലേക്ക് അങ്ങ് എടുത്തു വെച്ച് നടന്നൊരു സന്ദർഭമുണ്ട്. എന്തിനാ നമ്മുടെ നബി ഇത് സഹിച്ചതെന്നറിയുമോ? എനിക്ക് വേണ്ടിയാണ്, നമുക്ക് വേണ്ടിയാണ്. ഇങ്ങനെ ഒരു ത്യാഗം എന്റെ ഉമ്മ സഹിച്ചിട്ടില്ല, എന്റെ ഉപ്പ സഹിച്ചിട്ടില്ല. മാത്രമല്ല, നാളെ ആരും എനിക്ക് സഹായം തരാത്ത ഉമ്മ എന്നെ കാണുമ്പോ ഓടിമാറുന്നു, ബാപ്പ എന്നെ കാണുമ്പോ ഓടിമറയുന്നു, മക്കള് എന്നെ കാണുമ്പോ മാറിക്കളയുന്ന ആഖിറമാകുന്ന ലോകത്ത് എനിക്ക് സമാധാനം തന്നുകൊണ്ട് അനലഹാ അനലഹാ അനലഹാ, മോനെ നിനക്ക് ഞാൻ പരിഹാരം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമുക്ക് ആശ്വാസം തരാനുള്ള ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുത്തെ മനസ്സിലേക്ക് ആലോചിക്കുമ്പോ മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയം പൊട്ടി പറയുന്ന വാചകമാ, ചെല്ലൂ സഹോദരന്മാരെ, അന്ത ഉമ്മുൽ അംആബു മറഅയ്ന ഫീഹിമാ
مثل حسنك قط يا سيدي خير النبي لا إله. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി പോരാ, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബിനെ ഉൾക്കൊള്ളേണ്ടതുപോലെ ഉൾക്കൊണ്ടാൽ ബിദ്അത്തുകാരനായ ആൾ അഥവാ ഹബീബായ തങ്ങളെ പരസ്യമായി ചീത്ത പറയുന്ന ആൾ എങ്ങനെയാ മുഅ്മിനായ മനുഷ്യൻ അവനോട് ചിരിക്കാൻ കഴിയുക? മഹാനായ സി.എം. വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടുത്തെ അടുക്കൽ ബിദ്അത്തുകാരനായ ആള് വന്നാൽ സി.എം. വലിയുള്ളാന്റെ പ്രയോഗം എന്താ? കാഫിറാണവൻ. സി.എം. വലിയുള്ള അങ്ങനെയാ പറയാറുള്ളത്. ഇത് ഞാൻ കാന്തപുരത്ത് അടുത്തൊരു പ്രദേശത്ത് വെച്ച് ഈ വിഷയം പറഞ്ഞപ്പോ കാഫിറാണ് എന്ന വാക്ക് തൽക്കാലം ഞാനൊന്ന് ഒഴിവാക്കി. ബിദ്അത്തുകാരനെ കൊണ്ട് സി.എം. വലിയുള്ള വളരെ മോശക്കാരനായിരുന്ന ആളാണ് എന്നാ പറയാറ് എന്ന് പറഞ്ഞപ്പോ വയലിങ്ങനെ നടക്കുമ്പോ ബാങ്ക് കൊടുത്തു. അപ്പൊ ഞാൻ അവിടെ ഇരുന്നപ്പോ ആ സദസ്സിലൊരു പ്രായമായ ഉസ്താദുണ്ട്. ആ ഉസ്താദ് എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, സി.എം. വലിയുള്ളാഹി ബിദ്അത്തുകാരെ കുറിച്ച് മോശക്കാരാണ് എന്നൊന്നും അല്ല പറയല്, മറിച്ചോ പച്ച കാഫിറായിരുന്നു എന്നാ പറയാറുള്ളത്. ഞാനതെന്റെ ചെവിട് കൊണ്ട് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വളരെ മോശക്കാരനാണ് എന്നൊന്നും പറഞ്ഞാൽ പോരാ, ഇതിന് എവിടെ സാക്ഷി പറയണമെങ്കിലും നിങ്ങൾ എന്നെ വിളിച്ചോ, ഞാൻ നിങ്ങളെ കൂടെ പോരുന്നുണ്ട്. ആ ഉസ്താദ് എന്നോട് പറഞ്ഞതാണ്. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, വെളിമണ്ണ എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ച് സി.എം. വലിയുള്ളാന്റെ മനാക്കിബ് പറയുമ്പോ ഒരാൾ പറഞ്ഞു, എന്റെ തറവാട്ടിൽ സി.എം. വലിയുള്ളാഹി വന്നൊരു സമയമുണ്ടായിരുന്നു. ആ സമയത്ത് സി.എം. വലിയുള്ളാഹി എവിടെ എത്തിയാലും അവിടെ സി.എം. വലിയുള്ളാനെ കാണാൻ ധാരാളം ആളുകൾ ചെല്ലും. അങ്ങനെ കുറെ ആളുകൾ ഇങ്ങനെ ക്യൂ നിൽക്കുന്നതിന്റെ ഇടയിൽ ഒരു വഹാബിണ്ട്. തങ്ങന്മാരെടുത്ത് പോവാൻ പാടില്ല, ഉസ്താദന്മാരെടുത്ത് പോവാൻ പാടില്ല എന്നൊക്കെ പറയുമെന്നുണ്ടെങ്കിലും സ്വന്തം ജീവിതത്തിൽ എവിടെ പോയാലും മാറാത്ത പ്രയാസം വരുമ്പോ തലയിൽ മുണ്ടിട്ട് വഹാബി ഉണ്ടാവും ഉസ്താദുമാരെ കാണാൻ. അതുപോലെ തങ്ങന്മാരുടെ അടുത്ത് വന്ന് ദുആ ചെയ്യാൻ ഇവരും വരും. അവിടെ വന്ന് നോക്കുമ്പോ ചിലപ്പോ മറ്റേ മൗലവിയെ കാണും. രണ്ടാളും പറയും, തമ്മിൽ കണ്ടതാരോടും പറയണ്ട, തൽക്കാലം വയലും പ്രസംഗവും അങ്ങനെ നടക്കട്ടെ, നമുക്ക് തങ്ങന്മാരെ കണ്ടില്ലെങ്കിൽ പരിഹാരം ലഭിക്കൂല എന്ന് പറയുന്ന വഹാബികളുണ്ട്. ഏതായിരുന്നാലും സി.എം. വലിയുള്ളാനെ കാണാൻ ഒരു വഹാബി വന്നു. ആ ആള് അങ്ങോട്ട് കയറിയ പാടെ സി.എം. വലിയുള്ള പറയുകയാണ്, പോടാ കാഫിറെ എന്റെ മുന്നിൽ നിന്ന്, ആട്ടി ഓടിച്ചു. ഇത് സി.എം. വലിയുള്ളാന്റെ ദീന. ഇതാ ദീനുൽ ഇസ്ലാം. ഇതാ നമ്മൾ പാഠമാക്കേണ്ടത്. സ്വന്തം ഉമ്മ ഞാൻ നിന്റെ മുന്നിൽ വെച്ച് പടഞ്ഞു മരിക്കുമെന്ന് പറഞ്ഞപ്പോ, എന്നാ ഉമ്മ നിങ്ങൾ മരിക്കലല്ലാതെ മോനായ സയ്യിദ് റസൂലുള്ളാഹിനെ വിട്ടു പോരുമെന്ന് നിങ്ങൾ കരുതേണ്ടതില്ല. ഇതാ സ്വഹാബത്ത് പഠിപ്പിച്ച ദീനുൽ ഇസ്ലാം. ഇതാ നമ്മുടെ മനസ്സിലും ഉണ്ടാകേണ്ട ദീനുൽ ഇസ്ലാം. ഇതാണ് മഹാനായ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ്, അതുപോലെ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്, റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദ്, ഇവരൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇതാണ്. അവരോട് സലാം പറയാൻ പാടില്ല. എന്തുകൊണ്ട്? റസൂലുള്ളാഹിനെ ചീത്ത പറയുന്നവനോട് എങ്ങനെയാ മുഅ്മിനായ മനുഷ്യന് സലാം പറയാൻ കഴിയുക? എങ്ങനെയാ സലാം പറയാൻ കഴിയുക? റസൂലുള്ളാഹി തങ്ങൾ സാധാരണക്കാരനാണെന്ന് പറയുന്നവൻ അവൻ എന്ത് മുസ്ലിമാ? ഇതല്ലേ സി.എം. വലിയുള്ള പറഞ്ഞത്, അവൻ കാഫിറാകുന്നു. അവൻ എന്ത് മുസ്ലിമാ? റസൂലുള്ളാഹി തങ്ങൾ ദിവസവും 100-ലധികം തെറ്റ് ചെയ്യുന്ന ആളായിരുന്നു എന്നും മൈക്ക് കെട്ടി പ്രസംഗിക്കുന്ന ആളുകൾ അവരെന്ത് ദീനാ പറയുന്നത്? കാരണം റസൂലുള്ള തെറ്റ് ചെയ്യുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ ആ റസൂലുള്ളാഹിനെ നമ്മളെങ്ങനെ വിശ്വസിക്കുക? ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ തത്വങ്ങൾ പോലും ചോദ്യം ചെയ്യുന്ന വാദങ്ങളാണ് ആ വാദങ്ങൾ. ഇതാ സി.എം. വലിയുള്ള പറഞ്ഞത്, അവൻ കാഫിറാകുന്നു. ഇത് പറയുമ്പോ ആരുടെ മുഖം കറുത്താലും എനിക്ക് കുഴപ്പമില്ല.
ആർക്ക് ദഹിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം ഇതാണ് സത്യമായ ദീനുൽ ഇസ്ലാം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, CM വലിയുല്ലാഹിയുടെ ജീവിതത്തിൽ അവിടുത്തേക്ക് ധാരാളം കത്തുകൾ വരാറുണ്ട്. പല ആളുകളും കത്തയക്കും. അപ്പോ ആര് കത്തയച്ചാലും ഖാദിമീങ്ങൾ CM വലിയുല്ലാഹിയുടെ അടുക്കൽ കൊണ്ടുചൊല്ലും. പക്ഷെ CM വലിയുള്ള ഒരു കത്തും തുറക്കാറില്ല. അവിടുന്ന് ഒരു കത്തും തുറന്ന് വായിക്കാറുമില്ല. പ്രായമായ ആളുകള്, ഏതെങ്കിലും ആള് ആ കാലഘട്ടത്തിൽ CM വലിയുള്ളാക്ക് കത്ത് എഴുതിയിരുന്നെങ്കിൽ ഞാൻ എഴുതിയ കത്ത് വെറുതെയായി എന്ന് കരുതേണ്ടതുമില്ല. മറിച്ചോ CM വലിയുള്ളാഹിയുടെ അടുക്കലേക്ക് ഖാദിമീങ്ങൾ കത്ത് കൊണ്ടു ചെല്ലുമ്പോ, ചില കത്ത് കൊണ്ടു ചെല്ലുമ്പോ CM വലിയുള്ളാഹി പറയും, അത് കീറി മുറിച്ച് കരിച്ചു കളയണമെന്ന് പറയും. അതിന്റെ അവശിഷ്ടം പോലും ഇവിടെ ഉണ്ടാവാൻ പാടില്ല. ചില കത്ത് കൊണ്ടുപോകുമ്പോ അവിടുന്ന് പറയും, അത് കീറി മുറിക്കണം, കരിച്ചു കളയേണ്ടതില്ല. ചില കത്ത് കൊടുക്കുമ്പോ പറയും, അത് ഈ പെട്ടിയിൽ നിക്ഷേപിക്കുക എന്ന് പറയും. 3 രൂപത്തിലാണ് CM വലിയുല്ലാഹി അവിടുന്ന് കത്തുകളെ സമീപിക്കാറുണ്ടായിരുന്നത്. ഇതിങ്ങനെ പതിവായപ്പോ ഖാദിമീങ്ങള് അവര് തീരുമാനിച്ച് ഇതൊന്ന് പരിശോധിക്കണം. കാരണം ഒരു കത്തും അവിടുന്ന് തുറക്കുന്നത് കാണാറില്ല. പക്ഷേ 3 കത്തുകളെ 3 രൂപത്തിലാണ് അവിടുന്ന് സമീപിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഒരു കത്ത് കൊണ്ട് കൊടുത്തപ്പോ CM വലിയുല്ലാഹി കീറി മുറിച്ച് കരിച്ചു കളയാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ഹാദിമീങ്ങള് അത് കരിച്ചു കളയുന്നതിന്റെ മുമ്പ് അതെന്താണ് വിഷയം എന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തുറന്നൊന്ന് വായിച്ചു നോക്കി. ഒന്ന് പരിശോധിക്കണല്ലോ. അത് വായിച്ചു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അത് ആരയച്ച കത്താ? വഹാബി അയച്ച കത്താണ്. മുജാഹിദുകാരൻ അയച്ച കത്താണ്. എന്ന് പറഞ്ഞാൽ മഹാനായ CM വലിയുല്ലാഹിയെ വിമർശിച്ചുകൊണ്ട് യാതൊരു ബഹുമാനവും കൊടുക്കാതെ എഴുതിയ കത്തുകൾ. അതാണ് CM വലിയുല്ലാഹി കീറി മുറിച്ച് കരിച്ചു കളയണമെന്ന് പറഞ്ഞത്. അവിടത്തേക്ക് കത്ത് തുറക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ചില കത്തുകളോ കീറി മുറിക്കാനേ പറയുന്നുള്ളൂ, കരിക്കാൻ പറയുന്നില്ല. അത് തുറന്നു നോക്കിയപ്പോ അതിലും CM വലിയുല്ലാഹിയെ വിമർശിക്കുന്ന വാക്കുകൾ തന്നെയാണുള്ളത്. CM വലിയുല്ലാഹിയെ വിമർശിക്കുന്ന വാക്കുകൾ തന്നെയാണുള്ളത്. പക്ഷേ അപ്പുറത്തുള്ളത് ഒരു മഹാനാണ് എന്ന ചില പരിഗണന ഉള്ള വാക്കുകളാണ് ഉപയോഗിച്ചത്. അഥവാ പ്രതിപക്ഷ ബഹുമാനത്തോടെ എഴുതിയ വിമർശനങ്ങൾ. ആ വിമർശനങ്ങളാണ് CM വലിയുല്ലാഹി കീറി മുറിക്കാൻ പറയുന്നത്, കരിച്ചു കളയണ്ട. എന്നാൽ ചില കത്ത് കൊടുക്കുമ്പോഴോ അത് ഈ പെട്ടിയിൽ നിക്ഷേപിക്കുക എന്ന് പറയും. അത് ഏത് കത്തുകളാ? സാധാരണക്കാരായ മുഅ്മിനീങ്ങളായ പാവപ്പെട്ട ആളുകൾ CM വലിയുല്ലാഹിയോട് ആവലാതി പറയുന്ന കത്തുകൾ. അഥവാ, ഉസ്താദേ, എന്റെ ശരീരത്തിന് ഇന്നാലിന്ന രോഗമുണ്ട്, എന്റെ വീട്ടിൽ ഇന്നാലിന്ന പ്രയാസങ്ങളുണ്ട്, ആ പ്രയാസങ്ങൾ തീരാൻ അങ്ങയുടെ അടുത്ത് നേരിട്ട് വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എന്റെ സാഹചര്യം എന്നെ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ഉസ്താദ് എനിക്ക് വേണ്ടി ഒന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യണം എന്ന് സാധുക്കളായ മുഅ്മിനീങ്ങൾ ആവലാതി പറയുന്ന കത്തുകൾ. ഈ കത്താണ് CM വലിയുല്ലാഹി പറയുന്നത്, നിങ്ങൾ ഈ പെട്ടിയിൽ നിക്ഷേപിക്കുക. ഇതാണ് മഹാനായ ഖമറുൽ ഉലമ ഉസ്താദ്. അവിടുന്ന് CM വലിയുല്ലാഹിയുടെ വീട്ടിൽ വെച്ച് നടന്ന ഉറൂസിൽ അവിടുന്ന് ഒരു ആയത്ത് ഓതിക്കൊണ്ടാണ് CM വലിയുല്ലാഹിന്റെ മനാഖിബുകൾ പറഞ്ഞത്. ഏതാണ് ആ ആയത്ത്? വഖുൽ ഇഅ്മലൂ ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു വൽ മുഅ്മിനൂന. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ വിഷയമാണ്. വഖുൽ ഇഅ്മലൂ, നിങ്ങൾ നല്ല നല്ല അമലുകൾ ചെയ്തോളൂ. ഫസയറല്ലാഹു അമലക്കും, നിങ്ങളുടെ എല്ലാ അമലുകളും അല്ലാഹു തആല കാണുന്നുണ്ട്. അതുപോലെ വറസൂലുഹു, അവന്റെ ഹബീബായ തങ്ങളും അത് കാണുന്നുണ്ട്. അതുപോലെ വൽ മുഅ്മിനൂന, അൽ മുഅ്മിനീങ്ങളായ ആളുകൾ. ആരാണ് അൽ മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ? സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ വലിയ മഹാരഥന്മാരായ ഔലിയാക്കന്മാർ. ആ ഔലിയാക്കന്മാരും നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും കാണുന്നുണ്ട്. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുന്ന വിഷയമാണ്. CM വലിയുല്ലാഹി നമ്മുടെ മജ്ലിസ് കാണുന്നുണ്ട്.
സുബ്ഹാനല്ലാഹ്. കഴിഞ്ഞ വർഷം മഹാനായ CM വലിയുല്ലാഹിയുടെ ഉറൂസ് മടവൂര് CM സെന്ററിൽ വെച്ച് നടക്കുമ്പോ അവിടെ നടന്ന വലിയ കൗതുകമുള്ളൊരു മജ്ലിസ് ഉണ്ടായിരുന്നു. ഏതാണ് ആ മജ്ലിസ്? മുഹിബ്ബീങ്ങളുടെ ഒത്തുകൂടൽ എന്ന് പറയുന്നൊരു മജ്ലിസ്. എന്താ മജ്ലിസിന്റെ പ്രത്യേകത എന്നറിയുമോ? CM വലിയുല്ലാഹിയെ ജീവിതത്തിൽ നേരിട്ട് കണ്ട ആളുകൾ, CM വലിയുല്ലാഹിയിൽ നിന്ന് ധാരാളം അനുഭവങ്ങൾ ഉള്ള ആളുകൾ, അവര് CM സെന്ററിൽ വരുന്നു, ഒത്തുകൂടുന്നു. അവിടെ വഅദ് പറയാൻ ഉസ്താദുമാരില്ല, പ്രഭാഷണം നടത്താൻ നല്ല പ്രഭാഷകരില്ല. പിന്നെയോ അവിടെ നടക്കുന്നത് മൈക്ക് എടുത്ത് ഓരോ ആളുകളുടെ കയ്യിലും ഇങ്ങനെ കൊടുക്കുകയാണ്. ഓരോ ആളുകളുടെ കയ്യിലും കൊടുക്കുന്നു. എന്നിട്ട് അവര് 5-10 മിനിറ്റ് നേരം CM വലിയുല്ലാഹിയിൽ നിന്ന് ഡയറക്റ്റായി അവർക്ക് ഉണ്ടായ അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ്. ഞാൻ ഓർത്തുപോകുന്നു, കഴിഞ്ഞ വർഷം മംഗലാപുരത്തുകാരനായ ഒരു മനുഷ്യൻ, സാധാരണക്കാരനായ ഒരു മനുഷ്യൻ, അദ്ദേഹം പറയുകയാണ്, സുബ്ഹാനല്ലാഹ്, ഞാൻ CM വലിയുല്ലാഹിയെ ഇടക്കിടക്ക് ഇങ്ങനെ പോയി കാണാറുണ്ട്. ഇടക്കിടക്ക് ഞാൻ CM വലിയുല്ലാഹിയെ ചെന്ന് കാണാറുണ്ട്. ആ കാണുന്ന സമയത്തൊക്കെയോ ഞങ്ങളുടെ നാട്ടിലുള്ള പ്രത്യേകമായ വിഭവങ്ങള്, ആ വിഭവങ്ങൾ ഞാൻ തയ്യാറാക്കി CM വലിയുല്ലാഹിക്ക് എത്തിച്ചു കൊടുക്കാറുണ്ട്. മഹാനായ CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടുത്തേക്ക് ഞങ്ങളുടെ മംഗലാപുരത്ത് നാട്ടിൽ ഉണ്ടാക്കുന്ന വ്യത്യസ്തമായ വിഭവങ്ങൾ ഞാൻ തയ്യാറാക്കി കൊടുക്കാറുണ്ട്. ഒരു ദിവസം ഞാൻ CM വലിയുള്ളാനെ കാണാൻ തീരുമാനിച്ചു. അന്ന് CM വലിയുല്ലാഹിക്ക് എന്തെങ്കിലും ഒരു വെറൈറ്റി വിഭവം ഉണ്ടാക്കണമെന്ന് ഉദ്ദേശിച്ചു. അതിന് വേണ്ടിയിട്ട് എന്റെ വീട്ടിൽ ഇന്ന് 4 നാടൻ കോഴിമുട്ട ഞാൻ പ്രത്യേകം എടുത്തു വെച്ചു. CM വലിയുല്ലാഹിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണമെന്ന ഉദ്ദേശമാണ്. അങ്ങനെ മഹാനായ CM വലിയുല്ലാഹിയെ കാണാൻ ഉദ്ദേശിച്ച ദിവസം അന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് ഈ 4 കോഴിമുട്ടകളും ഈ 5 കോഴിമുട്ടകളും എടുത്തിട്ട് അവിടുന്ന് പാകം ചെയ്യാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് പോകുന്നു. ആ സഹോദരൻ പറയുകയാണ്, ഞാൻ ആ 5 കോഴിമുട്ടയും എടുത്ത് അടുക്കളയിലേക്ക് പോകുമ്പോ നടത്തത്തിൽ എന്റെ കയ്യിൽ നിന്ന് ഒരു കോഴിമുട്ട വീണങ്ങ് പൊട്ടിപ്പോയി. സുബ്ഹാനല്ലാഹ്, ബാക്കി 4 കോഴിമുട്ടകളാണുള്ളത്. ആ കോഴിമുട്ടകളെ കൊണ്ട് ഞാൻ നല്ലൊരു വിഭവമുണ്ടാക്കി. അതുമായി മംഗലാപുരത്ത് നിന്ന് ട്രെയിൻ കയറി കോഴിക്കോട് വന്നു. ആ കോഴിക്കോടിൽ നിന്ന് വാഹനത്തിലും മറ്റുമായി CM വലിയുല്ലാഹിയുടെ ചിറ്റടി മീത്തൽ എന്ന് പറയുന്ന വീട്ടിലെത്തി. അവിടെ ചെന്നു നോക്കുമ്പോ ധാരാളം ആളുകൾ CM വലിയുല്ലാനെ കാണാനുണ്ട്. വലിയ ക്യൂ തന്നെ അവിടെയുണ്ട്. ആ ക്യൂവിൽ ഞാൻ ഈ വിഭവവുമായി ഇങ്ങനെ നിന്നു. അങ്ങനെ എന്റെ ഊഴമെത്തിയപ്പോ ഞാൻ CM വലിയുല്ലാഹിയുടെ റൂമിലേക്ക് അങ്ങ് കയറിയിട്ടേ ഉള്ളൂ. അവിടുന്ന് എന്നോട് ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയുമോ? ഒന്ന് വീണ് പൊട്ടിപ്പോയി അല്ലേ? ഒന്ന് വീണ് പൊട്ടിപ്പോയി അല്ലേ? എന്ത് പൊട്ടിയ വിഷയമാ CM വലിയുള്ള പറയുന്നത്? മംഗലാപുരത്തെ വീട്ടിൽ വെച്ച് 5 കോഴിമുട്ട എടുത്ത് വിഭവമുണ്ടാക്കാൻ വേണ്ടി നടക്കുമ്പോ ഒന്ന് വീണ് പൊട്ടിപ്പോയ വിഷയമാണ്. മടവൂര വീട്ടിൽ കിലോമീറ്ററുകൾ അപ്പുറത്ത് ഇരുന്നു കൊണ്ട് CM വലിയുള്ളാന്റെ ചോദ്യമാ, ഒന്ന് വീണ് പൊട്ടിപ്പോയി അല്ലേ? അദ്ദേഹം പറയുന്നു, എന്ത് പറയണമെന്ന് തിരിയുന്നില്ല. എന്റെ നാവങ്ങ് ഇറങ്ങിപ്പോയതുപോലെ. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഖുലൂബുൽ ആരിഫീന ലഹാ ഉയൂനു തറാ മാ ലാ യറാഹുൻ നാളിറുനാ. നമുക്ക് കാണാൻ കഴിയാത്ത സംഭവങ്ങൾ നമുക്ക് മറയുടെ അപ്പുറത്തുള്ളത് കാണാൻ കഴിയാറില്ല. എന്നാൽ CM വലിയുള്ളാന്റെ മുന്നിൽ മറ അല്ലാഹ് അങ്ങ് എടുത്തു കൊടുത്തു. അതുപോലെ ദൂരത്തിന്റെ പ്രശ്നമില്ല. വഖുൽ ഇഅ്മലൂ ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു വൽ മുഅ്മിനൂൻ. മഹാനായ
സുൽത്താനുൽ ഉലമ സിയം വലിയുള്ളാഹിയുടെ മനാഖിബ് ഈ ഒരൊറ്റ ആയത്ത് ഓതിയിട്ടാ പഠിപ്പിച്ചു തന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ മഹാനവറുകൾക്കൊക്കെ അള്ളാഹു നൽകിയതുപോലെ നല്ല ആദരവ് ലഭിക്കുന്ന, മരിച്ചാലും ലോകം മറക്കാത്ത മീസാൻ കല്ലിന്റെ ഉടമകളായി നമുക്കുമൊന്ന് മാറിക്കിട്ടണം. 5 or 6 കൊല്ലം കഴിയുമ്പോഴേക്ക് നമ്മുടെ മീസാൻ കല്ല് ആളുകൾ മറന്നുപോവാൻ പാടില്ല. അവിടെയുള്ള സന്ദർശകർ നിലച്ചു പോവാനും പാടില്ല. മറിച്ചോ വിളിക്കപ്പെടുന്ന മീസാൻ കല്ലിന്റെ ഉടമകളാകാൻ വേണ്ടി നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അറിയപ്പെടുന്നൊരു ഖബറിന്റെ ഉടമയാകാനും നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സിയം വലിയുള്ളാഹിയുടെ പൊരുത്തം കിട്ടാൻ ഉതകുന്ന നല്ലൊരു മജ്ലിസായി അല്ലാഹു ഈ മജ്ലിസ് സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു ബഹുമാനിച്ച വസ്തുക്കളെ ബഹുമാനിക്കുക, അതുപോലെ അല്ലാഹു നിന്ദിച്ചതായ വിഷയങ്ങൾ ആ ആളുകളെയോ ആ സ്ഥലങ്ങളെയും ആ സമയങ്ങളെയോ നിന്ദിച്ച് കാണാനും നമ്മുടെ മനസ്സ് പാകപ്പെട്ടാൽ മോനെ ഈമാനോടെ മരിക്കാൻ കഴിയും കേട്ടോ. ജീവിക്കുകയാണെങ്കിൽ താജുൽ ഉലമ ജീവിച്ചതുപോലെ ജീവിക്കണം. മരിക്കുമ്പോ താജുൽ ഉലമ വഫാത്തായതുപോലെ മരിക്കണം. താജുൽ ഉലമ എങ്ങനെയാ ജീവിച്ചത്? ഒരാളുടെ മുന്നിലും അവിടുന്ന് തലതാഴ്ത്തി കൊടുത്തിട്ടില്ല. ഒരാളെയും ഭയപ്പെടാതെ ജീവിച്ച മഹാനല്ലേ താജുൽ ഉലമ. സുബ്ഹാനല്ലാഹ്, അവിടുന്ന് പല സമ്മേളനങ്ങളിലും പറയുന്ന വാക്കുകളുണ്ട്. എന്റെ കാതുകളിൽ അതിപ്പോഴും ഇങ്ങനെ മുഴങ്ങി കേൾക്കുന്നത് പോലെ തോന്നുന്നു. എനിക്കാരെയും പേടിയില്ലടാ. ഇത് താജുൽ ഉലമാന്റെ ഒരു ഗർജനമാണ്. എനിക്കാരെയും പേടിയില്ലടാ. ഇത് വെറും വാക്കല്ല കേട്ടോ താജുൽ ഉലമ പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്, ആ താജുൽ ഉലമാനെ എല്ലാവർക്കും പേടിയായിരുന്നല്ലോ. എന്തേ കാരണോ? മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ശൈഇ. അല്ലാഹുവിനെ ഭയപ്പെടേണ്ടതുപോലെ ഒരാളങ്ങ് ഭയപ്പെട്ടാൽ ആ ആളെ എല്ലാവർക്കും ഭയമാകുമെന്ന് മഹാരഥന്മാര് നമ്മെ പഠിപ്പിച്ച വിഷയമാണ്. താജുൽ ഉലമ ഈ ലോകത്ത് ജീവിച്ചത് എന്തൊരു ഇസ്സത്തിലാണ്, അഭിമാനത്തിലാണ്. അതുപോലെ താജുൽ ഉലമ ഈ ലോകത്തുനിന്ന് വഫാത്തായതോ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. അതേ സംസം വെള്ളം കുടിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്തു തൗഹീദ് അവിടുന്ന് ഉറക്കെ ഉച്ചരിച്ച് പുഞ്ചിരിച്ചുകൊണ്ടല്ലയോ താജുൽ ഉലമ വഫാത്തായത്. മാത്രമല്ല, ആരാരും എത്തിപ്പെടാത്ത ഇട്ടിക്കുളം എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ചു ഒരു രാത്രി മഹാനായ താജുൽ ഉലമ വഫാത്തായി എന്ന വിവരമങ്ങ് അറിഞ്ഞപ്പോ ഒരു രാത്രി വെളുക്കുന്നതിന്റെ മുമ്പ് അവിടെ സംഘടിച്ച ജനലക്ഷങ്ങൾ എത്രയായിരുന്നു? വലിയ വലിയ സമ്മേളനങ്ങളിൽ കാണുന്നതിനേക്കാളും വലിയ തിരക്കായിരുന്നല്ലോ താജുൽ ഉലമാന്റെ അവിടെ നമ്മൾ കണ്ടിരുന്നത്. ഒരു നേരം പുലരുന്നതിന് മുമ്പേ നല്ല നല്ല സാലിഹ്യങ്ങൾ വന്നുപോയി, സാദാത്യങ്ങൾ എത്തിപ്പോയി, പർവ്വത സമാനക്കളായ ആലിമ്യങ്ങൾ വന്നുപോയി. എന്തേ മഹാനായ താജുൽ ഉലമ എട്ടിക്കുളം എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോ ആ താജുൽ ഉലമാൻ അവസാനമായി ഭൗതികമായ ലോകത്ത് നിന്ന് യാത്ര അയക്കാൻ വേണ്ടി 10,000 ആളുകളെ അല്ലാഹു തആല ആ സ്ഥലത്തേക്ക് എത്തിച്ചതെന്നറിയുമോ? താജുൽ ഉലമ പറയാറില്ല, അവിടുന്ന് എപ്പോഴും വലിയ ആത്മാർത്ഥമായി നമ്മോട് പറയാറുള്ളൊരു വിഷയമുണ്ട്. എനിക്കിനി ലോകത്ത് ഒരു ആഗ്രഹവുമില്ല, മറിച്ചോ കൽബ് ലംഘി മരിക്കാൻ, ഈമാന് കൊണ്ട് കൽബ് ലംഘുന്ന സമയത്ത് എനിക്ക് മരണം കിട്ടാൻ നിങ്ങൾ ദുആ ചെയ്യണേ. താജുൽ ഉലമ നമ്മോട് വസിയത്ത് ചെയ്യാറുള്ള വാക്കായിരുന്നല്ലോ. ആ താജുൽ ഉലമ ദീനുൽ ഇസ്ലാമിന് വേണ്ടിയിട്ട് സന്ധിയില്ലാതെ സമരം ചെയ്തു. വലൗ വഹദീ
ഈ സത്യത്തിന്റെ പിന്നാലെ ഞാൻ ഒരൊറ്റയാള് മാത്രമേ ഉള്ളുവെങ്കിലോ ഞാൻ പിന്മാറൂല, അടിയറവ് വെക്കൂല എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ താജുൽ ഉലമ അവിടുന്ന് വഫാത്തായത് കണ്ടില്ലയോ? എന്തൊരു അന്തസ്സുള്ള മരണമാ, എന്തൊരു പ്രതാപമുള്ള വഫാത്താ മോനെ. അതുപോലെ നമുക്ക് ഒന്ന് മരിച്ചു കിട്ടണ്ടയോ? ഞാൻ ഓർത്തുപോകുന്നു മഹാനായ ശൈഖുൽ ഹദീസ് നെല്ലിക്കുത്ത് ഉസ്താദ്, അല്ലാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. മഹാനവരികളെ വഫാത്തായ സമയത്ത് ഈ വിനീതൻ ഇഹ്യാ ഉസ്സുന്നയിൽ പഠിക്കുകയാണ്. ഉസ്താദ് അവരുകളെ വഫാത്തായി എന്ന വാർത്ത കേട്ടപ്പോ ഞങ്ങൾ കുറച്ച് ആളുകൾ ചെന്നു. അവിടെ മഹാനായ നെല്ലിക്കുത്ത് ഉസ്താദിന്റെ ജനാസയുടെ അടുത്തൊന്ന് ചെന്നിട്ട് ഒന്ന് അവസാനം കാണാൻ. സാലിഹീങ്ങൾ വഫാത്തായാൽ കാണല് പ്രത്യേകമായ സുന്നത്തുള്ള വിഷയമാണല്ലോ. സാധാരണക്കാരുടെ മയ്യത്ത് കാണല് സുന്നത്തില്ല. എന്നാലോ മഹാനായ നെല്ലിക്കുത്ത് ഉസ്താദ് അവിടുന്ന് വിട പറഞ്ഞപ്പോ അവിടുത്തെ ജനാസ കാണാൻ, അവിടുത്തെ കണ്ടൊരു ബറക്കത്തെടുക്കാൻ ഞങ്ങൾ കുറച്ച് ആളുകൾ നെല്ലിക്കുത്തിലുള്ള ഉസ്താദ് അവരുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. മഹാനായ നെല്ലിക്കുത്ത് ഉസ്താദിന്റെ വീട്ടിന്റെ മുന്നിൽ ഇങ്ങ് എത്തിയപ്പോ സുബ്ഹാനല്ലാഹ് വലിയ ക്യൂ കാണുകയാണ്. നീണ്ട നിര തന്നെ കാണുന്നുണ്ട്. സുബ്ഹാനല്ലാഹ് ഞങ്ങളും കുറെ സമയം ക്യൂവിൽ ഇങ്ങനെ നിന്നു. ആ മഹാനായ നെല്ലിക്കുത്ത് ഉസ്താദിനൊന്ന് കാണണമെന്ന വലിയ താല്പര്യത്തോടെ നിന്നു. അവസാനം മഹാനായ നെല്ലിക്കുത്ത് ഉസ്താദിന്റെ ജനാസ അങ്ങ് കണ്ടപ്പോ ഈ വിനീതന്റെ മനസ്സിൽ അറിയാതെ വന്നുപോയൊരു ചിന്തയുണ്ട്. എന്താണെന്നറിയുമോ? അല്ലാ, ഈ മരിച്ചു കിടക്കുന്നത്, വഫാത്തായി കിടക്കുന്നത് ആ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ. മഹാനായ സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ അവിടുന്ന് നമ്മുടെ മജ്ലിസിലേക്ക് കടന്നു വരികയാണ്. طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داع طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داع. നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന മഹാനായ തങ്ങളവറുകൾ നമ്മുടെ മജ്ലിസിലെത്തിയിരിക്കുകയാണ്. അല്ലാഹു തആല മഹാനവറുകൾക്ക് ദീർഘകാലം ആഫിയത്തോടെ ആരോഗ്യത്തോടെ ദീനുൽ ഇസ്ലാമിനെ നേതൃത്വം നയിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് തങ്ങൾ ഉസ്താദിനെ സ്വാഗതമായി പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഈ തുടങ്ങി വെച്ച വിഷയം അവസാനിപ്പിച്ച് ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്തും. എന്നിട്ട് നമുക്കെല്ലാവർക്കും മഹാനവറുകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ദുആകളിലും മറ്റുമൊക്കെ വളരെ ആത്മാർത്ഥതയോടെ പങ്കെടുക്കേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മഹാനായ നെല്ലിക്കുത്ത് ഉസ്താദ് അവിടുത്തെ ജനാസ കണ്ടപ്പോ ഈ വിനീതന്റെ മനസ്സിൽ വന്നുപോയൊരു ചിന്തയുണ്ട്. അല്ലാ, ഈ മരണപ്പെട്ട് കിടക്കുന്ന ഉസ്താദിന്റെ സ്ഥാനത്ത് മരിച്ചു കിടക്കുന്നത് ഞാനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എന്തേ എന്റെ മനസ്സിലെങ്ങനെ തോന്നാനുള്ള കാരണമെന്നറിയുമോ? മഹാനായ നെല്ലിക്കുത്ത് ഉസ്താദിന്റെ ജനാസ കണ്ടപ്പോ അവിടുന്ന് വഫാത്തായി കിടക്കുകയാണെന്ന് തോന്നുന്നില്ല.
പുഞ്ചിരിച്ച് കിടക്കുന്ന നെല്ലിക്കുത്ത് ഉസ്താദിനെയാ കാണാൻ കഴിയുന്നത്. ആ രൂപത്തിൽ പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കാൻ അല്ലാഹു നമുക്കും തൗഫീക്ക് നൽകട്ടെ. അതിന് ഈ മജ്ലിസ് നമുക്ക് അല്ലാഹു കാരണമാക്കി തരുമാറാവട്ടെ. മഹാനായ സുൽത്താനുൽ ഉലമയുടെ കീഴിൽ, അതുപോലെ റഈസുൽ ഉലമയുടെ കീഴിൽ മഹാനായ തങ്ങളുവറുകളുടെ പിന്നിലായി നിലകൊള്ളാൻ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകനായി മരിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നിങ്ങളെല്ലാവരും, പ്രത്യേകിച്ച് മഹാനായ തങ്ങളവറുകൾ എല്ലാവരും ഈ വിനീതനെയും ദുആകളിലൊക്കെ ഉൾപ്പെടുത്തണമെന്ന് പ്രത്യേകമായി വളരെ താഴ്മയോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിട. നിങ്ങൾക്ക് നന്ദി. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.